ഓക്കെ KEH 8192 ഓക്കെ KBT തിരുവനന്തപുരത്തുകാർക്ക് കിട്ടാത്തൊരു വണ്ടിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. തപ്പി നടക്കും. KEO 970 ഇതിന്റെ നമ്പർ. വണ്ടി ഭ്രാന്തനായ പ്രവാസിയാണെന്നുണ്ടെങ്കിൽ അവൻ നാട്ടിൽ പോയിട്ട് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും. 68 രൂപയ്ക്ക് 135 പേപ്പർ ഫിറ്റ്, ഇഞ്ചിനിൽ ഒരു പ്രശ്നമില്ല. ബോഡി വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. ഇതിൽ എല്ലാം നിങ്ങൾക്ക് കാര്യമുള്ള സംഗതികൾ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മലയാളം ലാംഗ്വേജ് बहुत जरूरी है, इसलिए उसमें भी बात कर रहे हैं. इसके बीच में आपके लिए हिंदी में भी बात कर रहे हैं. അടിപൊളി. അപ്പൊ റോഡ് സൈഡിലൂടെ പോകുന്നവരാണെങ്കിലും മൊത്തം വണ്ടികളാണ്, ടൂ സ്റ്റോക്ക് വണ്ടികളുടെ ഒരു സാമ്രാജ്യമാണ്. യെസ് ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരുപാട് വണ്ടി കളക്ഷൻ ഉള്ള ഒരു ഷോറൂം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാവുന്നതാണ് ദ റെയർ പിസ്റ്റൺ ഗാരേജ്. ഒരുപാട് ടൂ സ്റ്റോക്ക് വണ്ടികളുടെ കളക്ഷനുമായിട്ട് RX 100, RX Z കളക്ഷൻ, അതുപോലെ തന്നെ RD 350, SD, സാമുറായി, ഷോഗൺ, ചേതക്, മാക്സ് 100, അങ്ങനെ ഒട്ടനവധി വണ്ടികൾ കളക്ഷനുള്ള ഇതാ ടൂ സ്റ്റോക്ക് ഷോറൂം റെയർ പിസ്റ്റൺ ഗാരേജ് മുജീബ്. എത്ര വണ്ടി ഇറക്കി, ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ട് വണ്ടി ഇറക്കി. ഇതാ ഒരുപാട് വണ്ടികൾ, റെയർ പീസുകളാണ്. റെയർ പിസ്റ്റൺ ഗാരേജ്, റെയർ ഐറ്റം, ഫുൾ പവർ. ഇന്ന് നമ്മൾ പൊളിക്കും. ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും ചെയ്തു RX ചെയ്ത് കൊടുക്കുക, സാമുറായിൽ ചെയ്ത് കൊടുക്കുക, എല്ലാത്തിലും ഓഫർ ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും ഓഫർ. കിളിപ്പച്ച, നീല, ചോപ്പ്, അങ്ങനെ ബ്ലാക്ക്, എല്ലാ കളറിലുള്ള വണ്ടികളും. RX Z വേണോ, RD വേണോ, SD വേണോ? SD നല്ല RX 5 സ്പീഡ്, 4 സ്പീഡ്, അങ്ങനെ കൺവേർട്ടഡ് ആയിട്ടുള്ള ടൂ സ്റ്റോക്കിന്റെ പല രീതിയിലുള്ള വണ്ടി ഭ്രാന്തന്മാരുടെ ലോകം. നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇവിടെ വണ്ടികൾ എന്തായാലും ഇഷ്ടപ്പെടും. हिंदी പറയും, हिंदी भाई गाड़ी पसंद करने वाले शौकीन लोग हो आप. शौकीन लोगों के लिए रेयर पिस्टन लेके आए बहुत सारी गाड़ियां, एक से बढ़ एक. 2 RD 350, टोटल 3 गाड़ी हमारे पास है. दोनों एक नंबर कंडीशन में. एक अंदर RD एक है, इसके अलावा सेल्फ एक है. गाड़ी की कोई कमी नहीं है. आप देख लो यामाहा, देख लो कितनी यहाँ पे भरने की जगह नहीं है. तो हमारा दूसरा वीडियो, ये इंडिया का सबसे बड़ा टू स्टॉक शोरूम रेयर पिस्टन गैरेज. इंडियन हिस्ट्री में सबसे ज्यादा टू स्टॉक बाइक सेल करने वाला शोरूम रेयर पिस्टन गैरेज है. इंडियन हिस्ट्री में आज तक जितनी भी लोगों ने शोरूम खोला उसमें सबसे ज्यादा टू स्टॉक सेल റെയർ പിസ്റ്റൺ ने किया है. ഇത്രയും ഇതുപോലെ സെയിൽ ചെയ്ത് ഇന്ത്യയിൽ തന്നെ വേറൊരു ഷോറൂം ഉണ്ടാവില്ല എന്നാണ് മുജീബ് പറഞ്ഞത് അല്ലേ? ടൂ സ്റ്റോക്ക് ഷോറൂം വേറെ ഇല്ല. ഞങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ല, എന്നാലും ഹിന്ദിയിൽ നിങ്ങൾ കസർത്തിക്കോളി. ഞാൻ പറയുന്നതിന്റെ ചെറിയ ഭാഗം ഹിന്ദിയിലായിട്ട് മൂപ്പര് പറയും. കാരണം ഹിന്ദി പ്രേക്ഷകർ ഒരുപാട് ആളുകൾ നമ്മുടെ ടൂ സ്റ്റോക്ക് വണ്ടികൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം ഡീറ്റെയിൽസ് ആയിട്ടല്ലേ. നമുക്ക് ഓഫർ ഉണ്ടാവില്ലേ? ഉള്ളിലും ഒരുപാട് വണ്ടിയുണ്ട്. വണ്ടിയുണ്ട്, താഴെ വണ്ടി. നമ്മൾ ഇതിന് മുമ്പ് അവനക്ക് വേണ്ടി വണ്ടി സെറ്റ് ആക്കി വെച്ചിന്. ആ വിഷ്വൽസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. അവന് തിരക്കുള്ള ആളായതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിക്കണല്ലോ, വേറെ കാര്യമില്ല. സോറി, പണ്ടത്തെ പോലെ കുറച്ച് തിരക്ക് കൂടി. ഇന്നത്തെ ഇറച്ചി വണ്ടി, അതെ, ആംബുലൻസ് പോണ പോലെ ഇപ്പൊ ഞമ്മള് വാച്ചില്. കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയുന്നില്ല, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പാഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് കാത്തിരിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ടൂ സ്റ്റോക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ടൂ സ്റ്റോക്ക് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പറയുന്നത് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ടൂ സ്റ്റോക്ക് ഇഷ്ടമില്ലാത്ത ആരാള്? ടൂ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഒരു ഉദാഹരണം, വണ്ടി എല്ലാവർക്കും കോമൺ ആയിട്ടില്ല. പക്ഷേ ടൂ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ ഇത്ര കാലം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതായത് 60 വയസ്സുള്ള ആള് ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഇപ്പോഴും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ടൂ സ്റ്റോക്ക് വണ്ടി അല്ലേ? അപ്പൊ നമുക്കൊരു ടൂ സ്റ്റോക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാലോ. നമുക്ക് भाई पहली गाड़ी हम चालू करने जा रहे हैं RX Z ओपन गेट के साथ में. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കാണ് തുടങ്ങാം. പവർ ആക്കാം. സെറ്റ് പവറേജ് ഫുൾ വണ്ടികള് വർക്കിംഗ് ആണ്, എല്ലാം കണ്ടീഷൻ ആണല്ലേ? എല്ലാ വണ്ടിയും അടിപൊളിയാണ്. നമുക്ക് മോഡിഫിക്കേഷൻ അവൈലബിൾ അല്ലേ? എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതിപ്പോ ചേമ്പർ ആണ്, ഇത് കാറ്റ് ആണ്, ഇത് സ്റ്റോക്ക് സൈലൻസർ ആണ്. എന്താ ആൾക്ക് ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാറ്റ് സൈലൻസർ ആണോ, ഓപ്പൺ കാറ്റ് ആണോ, സൈലന്റ് കാറ്റ് വേണോ, സ്റ്റോക്ക് കാറ്റ് വേണോ, അല്ലെങ്കിൽ ഫ്ലൂട്ട് മാറ്റിയത് വേണോ, മൈസൂർ ഫ്ലൂട്ട് വേണോ, ബാംഗ്ലൂർ വേണോ, അല്ലെങ്കിൽ നാടൻ വേണോ, എന്ത് സസ്പെൻഷൻ മാറിയത് വേണോ, സീറ്റ് കളറിംഗ്, എനി മോഡിഫിക്കേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഹിന്ദിയിൽ പറഞ്ഞു भाई लोग आपको कैट चाहिए, ओपन कैट चाहिए, चैम्बर साइलेंसर चाहिए या स्टॉक साइलेंसर चाहिए, मफलर चाहिए, नॉर्मल मैसूर वाला, बैंगलोर वाला, या आपको 6 वोल्ट टाइप का साइलेंसर चाहिए, सभी टाइप का स्पेयर पार्ट्स भी मिलेगा और सभी टाइप की मॉडिफिकेशन भी हम आपको करके देंगे. रेयर पिस्टन गैरेज में हमारे पास स्पेयर का भी होलसेल काम है और गाड़ियों का भी होलसेल काम है. टेंशन मत करो, एकदम रिलैक्स लो. गाड़ी लेना आ जाओ.
ഇന്ത്യ അറിയില്ലെങ്കിൽ ഞാൻ തട്ടിമുട്ടി ഇടയ്ക്ക് പൊട്ടിച്ചിട്ടോ. നിങ്ങൾ എന്നെ കളിയാക്കൊന്നും ചേർത്ത് ചിലപ്പോൾ വരുന്നേ ചിലപ്പോൾ ഇന്ത്യക്കാർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തമിഴൊക്കെ ആയിരിക്കും. മന്തിയായിരുന്നു വരും. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളുടെ ഒരു പഴയകാല ഒരു വണ്ടി ഉണ്ടല്ലോ ഇവിടെ വെറൈറ്റി ആയിട്ട്, രാജദൂത് അല്ലേ? അതുമല്ല നിങ്ങൾ വിഷ്വൽ എനിക്ക് കുറെ വണ്ടികൾ കാണിച്ചു, സൈക്കിൾ പോലത്തെ വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. ആ വണ്ടികളുടെ പേരെന്തേന്? അത് TVSന്റെ ഒരു വണ്ടിയാണ്. ഏകദേശം 80, 89 ആ സമയത്ത് 80 to 90 ഇടയ്ക്കുള്ള മോഡലാണ്. സൈക്കിള് നമ്മളെ ദിലീപിനെ മുഴുവൻ പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് പമ്പടി സൈക്കിൾ ഓടിച്ചാണ്ട് നമുക്ക് മുജീബിക്ക നമ്മളിങ്ങനെ വണ്ടികളെ പറ്റി ഒരുപാട് പറയും. ഇത് വണ്ടിന്റെ പ്രൈസും വണ്ടിന്റെ ലുക്കും വണ്ടിന്റെ സ്റ്റാർട്ടിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതാണ്. പ്രൈസ് തുടങ്ങല്ലേ? നമുക്ക് ലോ ബഡ്ജറ്റ് ആയിട്ടൊക്കെ വരുന്ന വണ്ടികൾ എങ്ങനെയൊക്കെയാണ്? ലോ ബഡ്ജറ്റ് നമുക്ക് RX കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരു 75 രൂപയ്ക്ക് 100 നല്ല 75 രൂപയ്ക്ക് 100. പിന്നെ ഇതുണ്ട്, ഇത് നമുക്ക് കുറഞ്ഞു കൊടുക്കാം. എങ്ങനെ കൊടുക്കേണ്ടത് പറഞ്ഞു. ഒന്നുകൊണ്ട് 70-75 രൂപയ്ക്ക് ഒന്നും നമ്മളെ വീഡിയോ കണ്ടിട്ട് ആളുകൾ പയ്യന്മാര് പല സ്ഥലത്തും വരും. കേരള വണ്ടി ഏകദേശം 26 വരെ പേപ്പർ ഉണ്ട്. KL11 90 മോഡൽ വണ്ടി കേട്ടോ. KL11 വണ്ടിയാണ്, ഇഞ്ചൻ സൈലന്റ് ഇഞ്ചിനാണ് വണ്ടി. ഇതൊരു 68 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 68 രൂപയ്ക്ക് ഇഞ്ചൻ ഓൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞത്. 75 രൂപ നമ്മളെ പ്രൈസ്. ഇത് കറക്റ്റ് 75 രൂപയ്ക്ക് കൊടുക്കുള്ളൂ എന്ന രീതി വെച്ച വണ്ടിയാണ്. 7 രൂപ കുറച്ചിട്ട് 70 രൂപ പറഞ്ഞാണ് ഞാൻ പിന്നെ 2 രൂപ കുറച്ച് കേരളത്തിൽ തന്നെ പല വണ്ടി കേട്ടോ. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. കേരളത്തിന്റെ പല മുക്കുമൂലയിൽ നിന്നും കാസർഗോഡ് മുതൽ കന്യാകുമാരി, എന്താ മലപ്പുറം അല്ലെങ്കിൽ തിരുവനന്തപുരം എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ഷോറൂമുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഷോറൂമൊക്കെ എവിടുന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. കുറെ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, കർണാടക നല്ല ആൾക്കാർ. അത് ഓൾ ഇന്ത്യയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലും ചെയ്യുന്നത്. ഇന്ത്യക്കാർ നല്ല വന്നിട്ടുണ്ട്, പൂനെന്ന് ആൾക്കാർ, അതേപോലെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ നമുക്കൊരു കസ്റ്റമർ വന്നിട്ട് അവിടുന്ന് ബൈക്ക് ഓടിച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടക പോയിട്ട് ഒരു വണ്ടി നോക്കാൻ പോയി, അവിടുന്ന് സെറ്റ് ആയില്ല. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഷോഗൻ എടുത്ത് പോയി. ഷോഗൻ എവിടെയും കിട്ടിയിട്ടില്ല. ഒറിജിനൽ 93 മോഡൽ ഷോഗൻ അങ്ങനെ ഇവിടുന്ന് കിട്ടിയോ എടുത്ത് പോയി. അതാണ് അത് കുറേ ആൾക്കാരുണ്ട്, എവിടുന്നൊക്കെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും സ്പെൽബർ എന്ന് പണ്ട് സ്പെൽബർ എന്തൊക്കെ പറഞ്ഞ് ആൾക്കാർ ഞാൻ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അതുപോലെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും വലിയ അഭിമാന നിമിഷം. കാരണം എന്താ വെച്ചാൽ നമ്മൾ മലയാളികൾ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മലയാളം മാത്രം പറഞ്ഞ ആളെ വീഡിയോ ആണ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ വെസ്റ്റ് ബംഗാളിൽ നിന്ന്. അത് എനിക്ക് ഹിന്ദി മര്യാദക്ക് മറ്റുള്ള ലാംഗ്വേജ് ഒന്നും കൂടുതൽ അറിയില്ല. പക്ഷെ എന്താ വെച്ചാല് മുജീഖാന്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇന്ത്യയിലുള്ള ആളുകളാണ് മറ്റുള്ള ആളുകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബന്ധം ആ ഒരു നല്ല രീതിയിൽ ഡീലും ചെയ്യണം. ഈ വണ്ടിയിൽ എല്ലാത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ടേ കൊടുക്കും. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ भाई का वीडियो देख के आ रहे हो, भाई का यूट्यूब या इंस्टाग्राम फॉलो करके हमारे पास आ रहे हो, आप बोलो अब आप हमारे को आपको हम बजट में एडजस्ट करके डिस्काउंट में गाड़ी देंगे. ഓക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ റേറ്റ് പറഞ്ഞത് മോഡല് 90 മോഡല് 90 മോഡൽ കേട്ടോ അല്ലേ? 90 മോഡല്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ മോഡൽ ആണെങ്കിലൊക്കെ 2028 വരെ പേപ്പർ ഉണ്ട്. 2028 വരെ പേപ്പർ. ഇത് നമ്മൾ 90 രൂപയ്ക്ക് സെയിലിനിട്ട വണ്ടിയാണ്. 35 ആണോ? 100 ആണ്. 100 ആണ്. നല്ല വർക്കിംഗ് 28 പേപ്പർ, ബാക്കി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 85 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 85,000. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ആണെങ്കിൽ ഇത് ഏകദേശം ഒരു 82 രൂപ 80 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ 80 രൂപയ്ക്ക് നമുക്ക് RX 100 135 അങ്ങനെ എല്ലാ വണ്ടികളും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് കേൾപ്പിച്ചു തരാം. സ്റ്റാർട്ട് ആക്കണം. ഇതൊക്കെ എന്താ അറിയാം, ഇത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലേ ഇതിന് നല്ല ഇഞ്ചിനാണ്, ദം ഇഞ്ചിനാണ്, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. പവർ സാധനം. ഓക്കെ, നമ്മളെ ഷോറൂമിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ അടുത്ത് ഓൾ ഇന്ത്യ വണ്ടികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു MH വണ്ടി ഇവിടെ ഉണ്ട്, താഴത്തെ സർവീസിലാണ്. ഇത് രാജസ്ഥാൻ വണ്ടിയാണ്, ഗുജറാത്ത് വണ്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാവിധ വണ്ടികളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യ സബ്സിഡി ടൂസോ ഷോറൂം വെറുതെ പറയല്ല, ഇത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത് വെക്കുന്ന വണ്ടികളാണ് അല്ലേ? നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി എടുക്കുന്നുണ്ട്, എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. മഹാരാഷ്ട്ര വണ്ടി എടുത്തിട്ട് കേരളത്തിലുണ്ട്, കേരള വണ്ടി എടുത്ത് മഹാരാഷ്ട്ര പോകുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ വ്യത്യാസം ഇല്ലാതെ हम किसी के साथ कोई भेदभाव के बिना केरला की गाड़ी महाराष्ट्र बेच रहे हैं, महाराष्ट्र की गाड़ी केरला बेच रहे हैं, केरला की गाड़ी तमिलनाडु बेच रहे हैं. ऑल इंडिया लेवल पे हम सेल कर रहे हैं और बहुत सारे रजिस्ट्रेशन में आपको गाड़ी मिल जाएगी. देश प्रेम पहले अंदर रहेंगे. ओके ओके. നെക്സ്റ്റ് വരുന്ന RX 135 വിത്ത് അലോയ് വീൽ, നല്ല രീതിയിൽ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. अच्छी तरह से पेंट करा हुआ गाड़ी है, विथ एलॉय व्हील है और 2029 तक पेपर वैलिड है. 85,000 में आपको गाड़ी
पेंट करके व्यवस्थित करके दे रहे हैं. ഓക്കെ നെക്സ്റ്റ് നമുക്ക് അതായത് മലയാളത്തിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ. മലയാളത്തിൽ ഏകദേശം 85 രൂപയ്ക്ക് പെയിന്റിങ് കാര്യങ്ങൾ അത്യാവശ്യം സ്പെയർ ലോങ് കേരിയർ ഹാൻഡിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലിരുന്ന് ചിലപ്പോൾ ഫാമിലി വിത്ത് കാണും. കാരണം എന്താ വെച്ചാൽ ഇത് ഫാദറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ മക്കൾക്ക് ഇഷ്ടപ്പെടും, പിന്നെ അമ്മമാർക്കും ഇഷ്ടപ്പെടും. നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് പോയില്ലേ, ജസ്റ്റ് ഒന്ന് ക്യാമറ ബാക്ക് ചെയ്താ ജസ്റ്റ് ഒന്ന് ക്യാമറ ബാക്ക് ചെയ്താൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് അങ്ങനെ നോക്കുന്നതാണ്. വണ്ടി സൈഡാക്കിയിട്ട് നോക്കുന്നവരും പിന്നെ ചെക്കന്മാരൊക്കെ അവിടെ വന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കസ്റ്റമർ ഇവിടെ ഉണ്ട് ഉള്ളിലാണ്, നമ്മൾ ആ ഉള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. ചെക്കന്മാര് വിളിച്ച് വന്ന് ഇപ്പം അതെ എന്നെ പരിചയപ്പെട്ടു, നിങ്ങൾ എന്തെങ്കിലും ജീവിക്കുക ഒന്ന് കുറച്ച് കൊടുക്കണം അവർക്ക്. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ അവർക്ക് പേര് മാറാനുള്ള ഫോർമാലിറ്റീസിനൊന്നും പൈസ ഇല്ല ഒക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ഇവരെല്ലാവർക്കും ഒരു സംശയം ഈ JCB കൊടുക്കണം നമ്മള് കുറച്ച് കഴിക്കട്ടെ. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന 135 ആണ്. ഓക്കെ ഏകദേശം KL05 വണ്ടിയാണ്. ഓക്കെ പേപ്പർ കാര്യങ്ങളൊന്നും കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ ഏകദേശം 95 രൂപ ലെവലിലെ വണ്ടിയാണ്. ഓക്കെ സെറ്റ് വണ്ടിയല്ലേ, നല്ല വർക്കിംഗ് നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ നമുക്ക് എല്ലാ വണ്ടികളും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. നല്ല റയർ ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ നല്ല സൗണ്ട് ഉള്ള വണ്ടികളൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് റെഡിൽ വരുന്ന ഈ വണ്ടി ഞാൻ പറഞ്ഞത് അഞ്ഞപ്പെടുന്ന 1 2 3 4 5 6 വണ്ടി നമ്മുടെ ജപ്പാനുണ്ട്. ജപ്പാന് 6 ജപ്പാൻ. ഒന്ന് നമ്പർ കാണിച്ചു കൊടുത്താ, ഒന്ന് നമ്പർ കാണിച്ചു കൊടുത്താ, എല്ലാ നമ്പർ ജസ്റ്റ് നമ്പർ കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു കേട്ടോ, നമ്പറും കൂടി നമ്മൾ പറഞ്ഞു. KEO 968 3 നമ്പർ 3 ഇതാണ് കേട്ടോ. KEH 8192. KBT തിരുവനന്തപുരത്തുകാർക്ക് കിട്ടാത്തൊരു വണ്ടിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. തപ്പി നടക്കും. KEO 970 ഇതിന് നമ്പർ പ്ലേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്. ലാസ്റ്റ് KEO ആണ് 9700. ഭയങ്കര രസം ഉണ്ടാവും. KBV ഈ ഒരു നമ്പറിന് ഒരു വാല്യൂ ഉണ്ട്. അതായത് ഇങ്ങനെ കാണുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോൾ ന്യൂജൻ പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഇതിനുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഭയങ്കര മാർക്കറ്റാണ്. എന്നിട്ട് ആര് എവിടുന്ന് കണ്ടാലും ഇപ്പൊ ആ വണ്ടി സ്പേസ് ഉണ്ടോ സ്റ്റാർട്ട് ആക്കി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഈ വണ്ടിന്റെ എന്താ പറയുക, ഈ ജപ്പാൻ വണ്ടിന്റെ സൈലൻസർ നമുക്ക് 6 വോൾട്ട് സൈലൻസറാ വരാം. നോർമൽ സൈലൻസർ അല്ല, 6 വോൾട്ട് ബീറ്റ് ഒന്ന് സ്റ്റാർട്ട് ആയി. 6 വോൾട്ട് 6 വോൾട്ട് സൈലൻസർ ആണിത്. ഈ വണ്ടിന്റെ സൗണ്ട് ഇത് റേസ് ആക്കിയാ ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏത് വണ്ടി സൗണ്ട് റേസ് ഓവർ ആക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും, മനസ്സിന്റെ ഒരു ദേഷ്യം വരും. ഇത് കൂളാണ്. ഇത് എങ്ങനെ റേസ് ആക്കിയാലും ഉള്ളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സൗണ്ടാണ് ഈ സൗണ്ട്. ഇത് ജപ്പാൻ വണ്ടിക്ക് വരുന്ന 6 വോൾട്ട് സൈലൻസർ ആണ്. ജപ്പാൻ വണ്ടിന്റെ പ്രത്യേകതകളിൽ ഒന്നാ 6 വോൾട്ട് സൈലൻസർ കേട്ടോ. ഓക്കെ അപ്പൊ വണ്ടിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ഇവിടെ പോകാൻ എല്ലാ നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ആദ്യം ക്ലാസ് എടുത്ത് കൊടുക്കല്ലേ. നമ്മുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ആൾക്കാർ നമ്മുടെ വണ്ടി എടുക്കുന്നത് നമുക്ക് വണ്ടിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. ഈ വണ്ടികൾ എന്തുകൊണ്ടാണ് എടുക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് എടുക്കേണ്ടത്. ഇന്നലെ ഒരു ഫാമിലി വന്നിട്ട് നമ്മുടെ അടുത്ത് ഈ വണ്ടികൾ ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് അവർക്ക് ഒരു എടുക്കാൻ വന്ന 135 ആണ്. പക്ഷേ ഒരു പഴയ ബുള്ളറ്റ് കൊണ്ട് നടക്കുന്ന ആളിനെ. അപ്പൊ ഞാൻ നിങ്ങൾ ഇതൊന്ന് ഓടിച്ചു നോക്കുന്നത്, അപ്പോൾ ഇത് ഓടിച്ചു നോക്കി പറഞ്ഞാൽ അത് മതി, വേറെ വേണ്ട, അത് തീരുമാനമായി. ഒരു ഫാദർ ടൂസോക്ക് ഓൾറെഡി ഉപയോഗിച്ച ആളാണെങ്കിൽ ഈ ഒരു മോഡൽ എടുക്കാൻ മക്കളെ പ്രേരിപ്പിക്കുക. ഇവിടെ വന്ന് അങ്ങനെയാണ് നമ്പർ കണ്ടിട്ട് ജപ്പാൻ കൊടുക്കണം, ജപ്പാൻ കൊടുക്കുക. മക്കൾ ടെസ്റ്റ് റൈഡിന് പോകുമ്പോൾ പറയും ഇങ്ങോട്ട് ഇതൊരു പണി ഈ 100 എടുത്ത് കൊടുക്കും, എനിക്ക് അടക്കം കൊണ്ടുനടക്കാൻ പറ്റണം, എനിക്ക് ഇതാകുമ്പോൾ കൊണ്ടുനടക്കാൻ. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ എടുത്ത് കൊടുക്കണതിന് അതിന് വേണ്ടിയാണ്. എനിക്ക് എപ്പോഴെങ്കിലും കൊണ്ടുനടക്കാം, 98 ഞാൻ വണ്ടി വിറ്റാണ്, അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ഇതിനിപ്പോ ഒരു അതിന്റേതായ മാർക്കറ്റ് എങ്ങനെയാണ് ഇപ്പൊ ജപ്പാൻ വണ്ടി ഏകദേശം നമുക്ക് 90 രൂപന്റെ അല്ലെ 85 രൂപ റേഞ്ച് മുതൽ നമ്മുടെ വണ്ടി നമുക്ക് വണ്ടി ഉണ്ട് അല്ലേ, നല്ല അടിപൊളി. ഇത് എല്ലാം ഏകദേശം ഒരേ കോമൺ റേറ്റ് ആണ് വരുന്നത്. ഈ വണ്ടി നമുക്ക് KBT ആണ് പറഞ്ഞുതരാം. നോർമൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജപ്പാൻ വണ്ടിയിൽ കാണാൻ കിട്ടാത്ത ഒരു ഐറ്റമാണ് ഈ KBT. KBTന്റെ സിലിണ്ടർ ഇല്ല, KBTന്റെ ജസ്റ്റ് ഫ്രണ്ട് കാണിച്ചു കൊടുക്കുക. ഈ സിലിണ്ടർ Y1 സീരീസിന്റെ സിലിണ്ടർ ആണ്. ബൈലോഗ് ഞാൻ മലയാളത്തിൽ ഫസ്റ്റ് പറയാം. ഈ KBTന്റെ Y1 സിലിണ്ടർ അവിടെ ഒരു Y1 വരും, ജപ്പാൻ കാർബറേറ്റർ ആണ്. ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ മെയ്ഡ് ഇൻ ജപ്പാൻ എഴുതി കാണുന്നുണ്ടോ? യെസ്, ഇവിടെ മെയ്ഡ് ഇൻ ജപ്പാൻ കണ്ടോ എല്ലാവരും ഇവിടെ മെയ്ഡ് ഇൻ ജപ്പാൻ മോൾ ഭാഗത്ത്. ഓക്കെ ഇത് പ്യോർ ജപ്പാനാണ്. നമുക്ക് ഇമ്പോർട്ട് ചെയ്ത വണ്ടി, അങ്ങനെ ജപ്പാനിൽ ഇറക്കിയ വണ്ടി. ആ ഫസ്റ്റ് ബേജ് വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ഈ Y1 സിലിണ്ടർ, ജപ്പാൻ കാർബറേറ്റർ, മെയ്ഡ് ഇൻ ജപ്പാന്റെ കവർ, പിന്നെ കുറെ സാധനങ്ങൾ ഉള്ളിൽ പിന്നെയും ചെറിയ ചെറിയ കുറെ മാറ്റങ്ങളുണ്ട്. അതൊക്കെ ഉള്ള വണ്ടി നമുക്ക് കിട്ടാനില്ല. അത് അത്യാവശ്യം റേറ്റ് വരുന്ന വണ്ടിയാണ്. അതേപോലെ തന്നെ KBT തിരുവനന്തപുരം രജിസ്ട്രേഷൻ വളരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഇവിടെ ഉണ്ടാവില്ല, ഈ വണ്ടി കൊണ്ടുപോയിണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന ഉടനെ തന്നെ, ഉറപ്പാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഓരോ ജില്ലക്കാരും നിങ്ങൾ എവിടെ നിന്ന് വീഡിയോ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് വീഡിയോ കാണുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാ നിങ്ങൾക്കനുസരിച്ച് നമുക്കുള്ള വീഡിയോകൾ സെറ്റ് ആക്കാം. നമുക്ക് അടുത്ത വണ്ടി നിങ്ങൾ പറയുമ്പോൾ പാലക്കാട് KRP നമ്മൾ പറയും. അതേപോലെ നമ്മുടെ 2 RD 350 RD എന്ന് പറഞ്ഞാല്
വേറെ ഒന്നുമില്ല, ടൂ സ്റ്റോക്കില് കിങ് തന്നെ പറയാൻ പറ്റും. രാജാവ്, പവറിന് പവർ, കോമ്പറ്റീഷൻ ഇല്ല, ഇതിനെതിർക്കാൻ ആരും ഇല്ലാത്തൊരു വണ്ടിയാണിത്. അതെ, ധോണിയുടെ അടുത്ത് അതുപോലെ റയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇതുള്ളൂ. ജോൺ എബ്രാഹിം, ധോണി, ഇപ്പൊ അടുത്ത് നമ്മള് ഋഷി അശോകന്റെ മോന്റെ മൂപ്പര് വാങ്ങി, അങ്ങനെ കുറെ ആൾക്കാർ വലിയ സെലിബ്രിറ്റികൾ വരെ ഡ്രീം കാണുന്ന വണ്ടിയാണ് RD 350. സംഗതി ഇത് കൊണ്ടെടുക്കാനും അതിനനുസരിച്ചുള്ള മെയിൻ്റെനൻസും അതുപോലെ തന്നെ പെട്രോൾ എക്സ്പെൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പിന്നെ അതൊരു യുണീക്ക് വണ്ടിയാണ്, റയർ വണ്ടിയാണ്, രാജാക്കന്മാരുടെ വണ്ടിയാണ്, രാജാവിന്റെ വണ്ടിയാണ്, അതെ കിങ് ആണ്. അതുപോലെ ചിലപ്പുണ്ട്, പക്ഷെ വണ്ടി ദമ്മാണ്, സ്വർണ്ണാണ് ഇത്, സ്വർണ്ണാണ്. മാർക്കറ്റ് കൂടുന്നുള്ളൂ. പിന്നെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കേ भाई ये RD 350 है, इंडिया के टॉप मोस्ट जो बड़े सेलिब्रिटी होते हैं उन लोगों की पसंद है. धोनी ले लो, जॉन इब्राहिम ले लो, उसके अलावा बहुत सारे सेलिब्रिटी हैं. आपके क्रिकेटर हो कि सिनेमा स्टार हो कि फिल्म स्टार हो, सब ये गाड़ी पसंद करते हैं. और ये गाड़ी क्या है कि सोना ही हूँ मैंने, हमेशा इसका भाव ऊपर ही जाता है, नीचे कभी नहीं आता. RD 3 गाड़ी टोटल है, 2 गाड़ी अवेलेबल है. ये आप दोनों गाड़ी देख सकते हो, एक रेड है एक ब्लू है. ये फुल्ली रिस्टोर्ड गाड़ी है, ये लगभग 5 साल का पेपर फिट करा हुआ गाड़ी है, बहुत अच्छी कंडीशन में है. पावर पिकअप 1 नंबर है, गाड़ी में कुछ देखने की जरूरत नहीं, आप लेके जाओ एकदम आराम से. കുറെ ആൾക്കാർക്കുള്ള സംശയം എന്തൊക്കെ നിർത്തി പോവുക, അല്ലെങ്കിൽ ഇതിപ്പോ നമുക്കിത് ഇനിയിപ്പോ അവസരം നഷ്ടപ്പെട്ടു പോകുന്നുള്ള സംശയം കൂടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എന്താണ് നമുക്കൊരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്? ഉപദേശമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിർത്തി പോകുന്നത്. അങ്ങനെ നിർത്തി പോകാനുള്ള പേടിയുള്ള ആൾക്കാരൊന്നും. പിന്നെ അതുമല്ല, ഞാനൊരു ഉദാഹരണം പറയാം, MLA-മാരുടെ മക്കള് പോലീസുകാരാണെങ്കിലും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. MLA-മാരെ മക്കളല്ല, MLA-മാര് MP-മാരൊക്കെ സ്വന്തം യൂസ് ചെയ്യണ അല്ലെങ്കിൽ സ്വന്തം ഓരോരുത്തർ വണ്ടികളിൽ എത്രയോ MP-മാരും MLA-മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ കേരളത്തിലെ ഇന്ത്യയിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ 2 സ്റ്റോക്ക് ഒരു നമ്മുടെ നാട്ടിലുള്ള ചെറിയ പ്രശ്നമില്ലാതെ പുറത്ത് ഇതിനെ പറ്റി ഒരു ചർച്ചയില്ല. മഹാരാഷ്ട്രയിൽ 2 ലക്ഷം രൂപയ്ക്ക് RX 100 വിൽക്കുന്നുണ്ട്, ജപ്പാൻ വണ്ടി 2 ലക്ഷം രൂപയ്ക്ക്. നിങ്ങൾ അവിടെ സംശയം, അവിടെ പോയാൽ വില കുറച്ച് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന അത് കിട്ടും എങ്ങനെയാണോ? അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് വണ്ടി എടുക്കാൻ, അതിന്റെ പേപ്പറില്ലാത്ത വണ്ടി, കട്ട വണ്ടി അങ്ങനത്തെ കിട്ടും. നിങ്ങൾ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് റെയർ വിഷന്റെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം. ഞാൻ അടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ബൈക്ക് ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി വാങ്ങി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ വില കുറഞ്ഞാൽ അവിടെ ആരെങ്കിലും വരുമോ? പിന്നെ നമ്മളെ പോലത്തെ ചിലപ്പം കണ്ണന്മാർക്കില്ലേ, അതായത് നമ്മൾ അന്വേഷിച്ച് തപ്പി പിടിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചെറിയ പൈസ അതൊക്കെ എന്താ അറിയോ, നമ്മൾ ഈ കുറച്ച് ഏരിയ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ അങ്ങനത്തെ കുറച്ച് ഏരിയ വിട്ട് UP അങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ ചിലവർക്ക് കുറഞ്ഞ് കിട്ടാൻ. അതല്ല, നമ്മൾ ഈ ഫേസ്ബുക്കില് നമ്മളെ OLX ഓൺലൈൻ നിങ്ങൾ ആർക്കും പൈസ ഇട്ട് കൊടുക്കരുത്. പൈസ ഒരിക്കലും നേരിട്ട് പോയിട്ട് വണ്ടി എവിടെ വേണമെങ്കിൽ പോയിട്ട് വണ്ടി എടുത്തോളൂ. പൈസ കണ്ടിട്ട് എന്താ പറയാ, ആൾ താമസമുള്ള ഏരിയയിൽ പോകണം, അത്രേ ഉള്ളൂ. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോ അങ്ങനത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളി ഏരിയ പോയാൽ നിങ്ങൾ പോയ പോക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങളെ പൈസ ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ ചെറിയ ലാഭത്തിന് വണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ മലയാളീസാണ് ഏറ്റവും ഫസ്റ്റ് പൈസ അഡ്വാൻസ് ഇട്ട് കൊടുക്കാം. ഈ അഡ്വാൻസ് മതി അവർക്ക് ജീവിച്ചു പോകാൻ. ദിവസം 10 ആൾക്കാരിൽ നിന്നൊക്കെ ഒരു 5000 വെച്ച് അഡ്വാൻസ്, 5000 2000 ടോക്കൺ വാങ്ങി കഴിഞ്ഞാൽ ഒരാളും അതിന് വേണ്ടിട്ട് പിന്നെ ഒരു കേസിനായിട്ട് പോകില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ബാക്കിൽ അത്രയും ഒരു ആസ്തി വേണം. അങ്ങനെയാണെങ്കിൽ ഓൻ അതിന് ചിലപ്പോൾ പോയി അത് അതിനെന്താ പോയിട്ട് കാര്യമില്ല. ഗുജറാത്തിലെ ആൾക്കാർ കേരളത്തിൽ വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് ഇവിടുന്ന് ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് വിൽക്കണം. പിന്നെ ഗുജറാത്ത് ആര് പോണ പോലീസുകാരുടെ അടുത്ത് പോയാൽ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നേരിട്ട് പോയിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ തന്നെ സെറ്റിന്റെ കളക്ഷൻ നമുക്ക് ഏകദേശം ഇപ്പൊ കയ്യിലുള്ള 160 മുതൽ നമ്മുടെ അടുത്ത് വണ്ടികളുണ്ട്. പിന്നെ 4 സ്പീഡാണ് ഇപ്പൊ കയ്യിൽ ഒരു വണ്ടി മാത്രം 5 സ്പീഡ് കൺവേർട്ട് ചെയ്തുള്ളൂ. കൺവേർട്ട് ചെയ്ത 5 സ്പീഡ് നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപ റേഞ്ച് വരുന്നുണ്ട്. कन्वर्ट ചെയ്ത വണ്ടി बाई लोग RX लगभग 1,60,000 से स्टार्ट है. गाड़ी अच्छी कंडीशन में रहेगी और महंगी गाड़ी हमारे पास अभी कन्वर्ट 5 स्पीड 2 लाख तक की गाड़ी है. RX आप देख सकते हो, सबसे बड़ा कलेक्शन अभी 200 का हमारे पास ही रहता है. अब RX हो कि 135 हो. ഓക്കെ, നമുക്ക് RX-ന് ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമ്മൾ ഇതിന് ജസ്റ്റ് റേറ്റ് പറഞ്ഞു. നമ്മുടെ അടുത്തുള്ള ഈ വണ്ടികൾ ഇപ്പോൾ ഈ 2 വണ്ടിന്റെ കാര്യം ഞാൻ ഏകദേശം പറഞ്ഞു. 180 മുകളിൽ വരുന്ന വണ്ടികൾ ഏകദേശം ആ റേഞ്ച് വരുന്ന വണ്ടിയാണ്. ഇതിന്റെ മുകളിൽ SUR-ന്റെ ചേമ്പർ ഉണ്ട്, SD വീലുണ്ട്, ഡിസ്ക് 5 സ്പീഡ് ടൈപ്പ് ഡിസ്ക് ചെയ്താണ്. 5 സ്പീഡ് ടൈപ്പ് ഡിസ്ക് ചെയ്താണ്. അത്യാവശ്യം വർക്കിംഗ് നല്ല പവറുള്ള വണ്ടിയാണ്. നമ്മളിപ്പോൾ ഒരു ഓട്ടോ ഷോനെ പോയി കൊണ്ടുപോയി അവിടെ നിന്ന് ചാവി മിസ്സായിന് സ്റ്റാർട്ടാക്കാൻ പറ്റില്ല, പക്ഷേ ലോക്ക് സെറ്റ് മാറി തരും. ഇത് ഓപ്പൺ ക്യാറ്റുള്ള വണ്ടിയാണ്, അടിപൊളി ക്യാറ്റാണ്. ഇപ്പോൾ സ്റ്റാർട്ടാക്കി നമ്മൾ നല്ല അടിപൊളി ക്യാറ്റാണ്. റാങ്ക് ബെയറിംഗ് അങ്ങനത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ 170+ ആ റേഞ്ചിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. ഡിസ്ക് ഉണ്ട്, SD വീലുണ്ട്, സൈലൻസർ ആണ്, നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ വണ്ടി RD 2 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുന്ന വിഷ്വൽ കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ പോയിക്കോളൂ. നമ്മൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വിൽക്കാനുള്ള വണ്ടിയാണ്. 5 കൊല്ലം പുതിയ പേപ്പർ എടുത്താണ്. 46 നമ്പറായ വണ്ടിയാണ്. അത് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വണ്ടി നോക്കാനാ ഏത് വണ്ടിയാ? ആളെ വിളിക്കാം കേട്ടോ.
ജുനൈദോടെ ഏത് നോക്കണേ? ആർക്കാണ്? അപ്പുറത്തെ ആള് നിൽക്കണം. ഇതാടാ അമ്മനോട് കാസർഗോഡ് അവിടെ ഓനെ കൂട്ടണം. പേരെന്താ? നബീല്, തമീം, സുഹൈബ്. മൂപ്പര് നിങ്ങൾ അങ്ങനെ നിങ്ങൾ പരിചയം? നിങ്ങള് ശരി. നിങ്ങൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ വരാം. ആയിക്കോട്ടെ. എന്നാ മുജിക്ക കാസർഗോഡുകാരാണല്ലേ? അവിടെ പോയിട്ട് അമ്മാനെ ഞാൻ കുടിച്ചല്ലോ, അവിടെ പോയിട്ട് കസ്റ്റമർ ഡീൽ ചെയ്താം. ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തീർക്കരുത്. ഇവിടെ സ്പൽബറൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരി. വലിയ കാസർഗോഡ് നിന്ന് വന്നാണ്. എന്താ ഓട്ടോറിക്ഷയിൽ വന്നാണ് തോന്നുന്നുണ്ട്. ഓൾക്ക് പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി കൊടുത്തല്ലേ. നിങ്ങൾ വണ്ടികൾ ഏതാ നോക്കണ മക്കളെ? ഓക്കെ. നിങ്ങൾ ബഡ്ജറ്റ് കാര്യങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? സ്റ്റാർട്ടിങ് മാക്സിമം ഇപ്പോൾ 42 രൂപ. ആ വണ്ടി പോലെ അഡ്വാൻസ് തന്നോ പയ്യന്മാർ? ഇല്ല, ഒരു 40 രൂപേൻ്റെ ചോടിയും വണ്ടികളുണ്ടാവും. നിങ്ങൾ എങ്ങനെ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നല്ലത് കാണിച്ചു തരാൻ വേണ്ടി, വേറെ ഒന്നല്ല. നിങ്ങൾ താല്പര്യം എടുത്താൽ മതി. 40 റേഞ്ചിലാണല്ലേ? നിങ്ങൾക്ക് മറ്റേ വണ്ടി ഒരു ബ്ലാക്ക് വണ്ടി ഉണ്ട്, വൈസറൊന്നും ഇല്ലാത്ത, അത് കാണിച്ചു കൊടുക്ക്. ഒരു കോട്ട് ചെയ്ത വണ്ടി ഉണ്ട്, അതൊന്ന് കാണിച്ചു കൊടുക്കും. അവന് കൊടുക്കും. അങ്ങോണോ? ഓൻ കുടിച്ചില്ല. ഞങ്ങൾ ഡയറ്റിങ്ങിലാണ്. പിന്നെ ഞാൻ കള്ളനായി വണ്ടി കാണിച്ചു. ഒരാൾ ഇങ്ങോട്ട് കേട്ടോ, ജി അമ്മാൻ ഇങ്ങോട്ട്. ജുനൈദ് എനിക്ക് വണ്ടി കാണിച്ചു കൊടുക്കട്ടോ. കസ്റ്റമർ പുറത്ത് നിന്നിട്ട് ആൾക്കാർ ഡീൽ ജി ഇവിടെ നിൽക്കണം. ഒന്ന് ഇവിടെ എവിടെ നിൽക്കണം. പെപ്സി കുടിച്ചു ചെയ്തോ. ഓക്കെ, നമ്മൾ അതിൻ്റെ അടുത്ത് കസ്റ്റമർ വന്നു, നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ട് പോയിട്ടോ. നമുക്ക് ഇനി സെറ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മള് സെറ്റിന്റെ കാര്യം പറഞ്ഞു, ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മള് വണ്ടികളുണ്ട്. ഇനി അങ്ങോട്ട് പോകണോ അതോ ഇവിടുന്ന് പോകണോ? എങ്ങനെ വേണോ? അങ്ങോട്ട് ബാക്കോട്ടോ. ഈ ഒരു ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ഇത് 5 സ്പീഡാണ്. ഇത് 5 സ്പീഡാണോ? 1 2 1 2 3 3. ഇത് 5 സ്പീഡാണ്. കിങ്ങിന്റെ കവർ ഇതാണ് 100 ആണ്. ഇത് 135. അതിന് മുകളിൽ 5 സ്പീഡിന്റെ കവർ, ചേമ്പർ, അപ്പാച്ചിന്റെ ഡിസ്ക്. ഇത് കിങ്ങിന്റെ കവർ ചെയ്തിന്, കിങ്ങിന്റെ കവർ ചെയ്തിന്, ചേമ്പർ ചെയ്തിന്. ജസ്റ്റ് കവർ മാത്രമേ ഉള്ളൂ. കവർ മാത്രമേ ഉള്ളൂ. പവർ നെക്സ്റ്റ് 2004 മോഡലാണ് 5 സ്പീഡ് ടൈപ്പ് കവർ വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുന്ന് ഡീറ്റെയിൽസ് തുടങ്ങാം. ഇതാണെങ്കിൽ നമ്മൾക്ക് വരുന്നത് ഇത് സ്റ്റോക്ക് അല്ലേ പറഞ്ഞത്? അതായത് ഓപ്പൺ ഗേറ്റ് അല്ല, സൈലന്റ് ഗേറ്റ്. ഇത് സൈലന്റ് ഗേറ്റ്. പക്കാ സൈലന്റ് വണ്ടി. നല്ല വർക്കിംഗ്. സൈലന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് സൈലന്റ്. ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കും. അങ്ങനെ ആക്കാം. നമുക്കിത് എങ്ങനെയാണ് ഏകദേശം വരുന്നത്? കോസ്റ്റ് 70 പ്ലസ് റേഞ്ച് വരും. 5 സ്പീഡ് ആണ്. നമുക്ക് ഈ സൈഡിൽ 5 സ്പീഡ് ആട്ടോ. ഈ സൈഡിലോട്ട് 5 സ്പീഡ് ആണ്. ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഒറിജിനൽ 5 സ്പീഡ് ആണ്. ഉള്ളിൽ നിങ്ങൾക്ക് ടാങ്ക് കാണാം. നമ്മളെന്താ പറയാ, വണ്ടിന്റെ സാധനങ്ങൾ. ഇത് ഫിഷ് മൗത്ത് ടാങ്ക് ആണ്. അങ്ങനെ കണ്ടീഷൻ. ഇത് നമുക്ക് 5 സ്പീഡിന് മാത്രം വരുന്ന ടാങ്കാണ് ഈ കട്ടിങ് വരുന്നത്. അല്ലെങ്കിൽ മൊത്തം ഹോൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ? അല്ലെ ഡയറക്റ്റ് ഹോൾ. ഓക്കെ. ഇത് 5 സ്പീഡിന് പോയിന്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യാണ്ടല്ലേ? ഈ 5 സ്പീഡ് ആയാലും ഈ വണ്ടിക്ക് വില അതിന്റെ മുകളിൽ സ്പെയർ ഉണ്ടെങ്കിലാണ് വില. സ്പെയർ അല്ലെങ്കിൽ കമ്പനി സ്റ്റോക്ക് സാധനമാണെങ്കിൽ നല്ല വില ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് 5 സ്പീഡ് ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഗുജറാത്ത് വണ്ടിയാണ്. 28 29 വരെ പേപ്പർ ഉണ്ട്. ഇതിന്റെ ഉള്ളിലും ഫിഷ് മൗത്ത് ടാങ്ക് ഉണ്ട്. വർക്കിംഗ് ആണ്. ഇത് അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് വന്ന കീച്ചനാണ്. നല്ല അടിപൊളി. ഹനുമാന്റെ മറ്റേ 160 ആസ്കിങ് 155 ലെവലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാൻ തന്നെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെറിയ ഓപ്പൺ ആണ്. ചെറിയ രീതിയിൽ നൈസ് ഓപ്പൺ ആണ്. ഒന്ന് ട്യൂൺ ചെയ്യാൻ നമുക്ക് അത് പെട്രോൾ കമ്മിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 ആണ്. നല്ല കിങ്ങിന്റെ മീറ്റർ വെച്ചിട്ടുണ്ടല്ലോ. കിങ്ങിന്റെ മീറ്റർ ഇതിന്, കിങ്ങിന്റെ കവർ ഇതിന്, കിങ്ങിന്റെ കവർ, കിങ്ങിന്റെ മീറ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വണ്ടി 5 സ്പീഡാണ്. ഓക്കെ, ഇതൊക്കെ 5 സ്പീഡാണ്. 5 സ്പീഡ് എത്ര നമുക്ക് ഇതിന് നമ്മൾ റേറ്റ് പറഞ്ഞു? ഏകദേശം ഏകദേശം 90 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. 28 വരെ പേപ്പർ ഉണ്ട്. നല്ല വർക്കിംഗ് ഉള്ള നല്ല അടിപൊളിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യണോ? ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സൈലന്റ് ഇഞ്ചൻ, സൈലന്റ് ഗേറ്റ്, സൈലന്റ് ഒറിജിനൽ 5 സ്പീഡ്. നമുക്ക് അപ്പാച്ചിന്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് ആ പറഞ്ഞ 5 സ്പീഡാണ്. എല്ലാം ഏകദേശം ഒരേ ലെവലിൽ വരുന്നതാണ്. സൈലന്റ് ആട്ടോ. പക്ക ഇഞ്ചിൻ്റെ ഉള്ളിൽ നോക്കിയും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. കവറൊക്കെ
ഈ കവറൊക്കെ 90% കമ്പനി പെയിന്റിലുള്ള കവറാട്ടോ. കമ്പനി പെയിന്റ് ആണ്, റീപെയിന്റും ചെയ്തിട്ടില്ല. കണ്ട് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പനി പെയിന്റ് ആണ്. ഇതിന്റെ 40 ഈ സൈഡുകൾ വരാണെങ്കിൽ കാണിച്ചു തരാം. ഇതിന് കമ്പനി പെയിന്റ് ആണ്, ഇത് റീപെയിന്റ് ചെയ്തില്ല. ഇതിന്റെ ഇത് വെച്ച് അതേപോലെ ഇത് 44 ഇതിന് വരുന്ന കമ്പനി റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളാണ്. 5 സ്പീഡിന്റെ കാർബറേറ്റർ ആണ്, സിലിണ്ടർ ആണ്, അതൊക്കെ ഒറിജിനൽ ആണ്. ഇത് നമുക്ക് 5 സ്പീഡിന്റെ കവർ ഇട്ട വണ്ടിയാണ്. ഇത് ജസ്റ്റ് കവർ ചെയ്ത വണ്ടി. ജപ്പാനാണോ അത്? അല്ലല്ല, നോർമൽ 35 സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്യാം. അത് ചേമ്പർ ഇട്ടാണ്. അപ്പൊ പവർ ആവും. പവർ പറയാണ്ടോ, ഇതൊരു പവർ സാധനമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഗൈസ്. ദമ്മ സൗണ്ട് ആണ്. നോർമൽ ഒരു 135 എത്രയോ മോഡിഫൈ. ഈ കവർ തന്നെ ഒറിജിനൽ 5 സ്പീഡ് വെക്കുന്നോണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷമൊന്നുമില്ല. നമ്മളെ വണ്ടി എന്താ പറയുക, യൂസ് ചെയ്യുന്ന രീതി നമ്മൾ പൊളിക്കാൻ വേണ്ടി ചേമ്പർ എന്ന് പറയാം. വണ്ടി കുറച്ചും കൂടി ഫ്രീ ഫ്ലോ ആണ്, കുറച്ചും കൂടി സുഖമാണ്. വണ്ടി കുറച്ചും കൂടി പവർ നമ്മളെ നോർമൽ സൈലൻസറിന്റെ ഉള്ളിൽ കുറെ ബ്ലോക്ക് ഉണ്ടാവും, അത് ഒഴിവാക്കിയിട്ട് നേരെ ഒരു ഫ്ലോ ആണ്. വണ്ടി കുറച്ചും കൂടി സുഖമായിട്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കിങ്ങിന്റെ കവർ കാര്യങ്ങളുണ്ട്. ഇതും സ്റ്റാർട്ട് ചെയ്യണോ? ഇത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ങിന്റെ കവർ ആയിട്ടാണ് ഇത് പവർ ചെയ്ത മുജിക്ക സ്റ്റാർട്ട് ചെയ്യട്ടെ. എല്ലാ വണ്ടി ഇപ്പൊ ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി മുജിക്ക സ്റ്റാർട്ട് ചെയ്യട്ടെ. സൈലന്റ് വണ്ടി കേട്ടോ. അതേപോലെ ഇത് നമുക്ക് 2004 അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു റെയർ വണ്ടിയാണ്. ഇത് നമുക്ക് കിട്ടാനില്ലാത്ത ഈ സൈഡത്തെ കവറൊക്കെ ഉണ്ടോ? നല്ല അടിപൊളി, നല്ല രാജസ്ഥാൻ വണ്ടിയാണ്. അവിടുന്ന് നിക്കിൾ ചെയ്ത് കയറ്റിയാണ്. അവിടുന്ന് നിക്കിൾ ചെയ്ത് നമ്മൾ ചെയ്തല്ല. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളെ മിനി ക്യാറ്റാണ് കമ്പനി. ഇതിന് ഈ 2004 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇറങ്ങിയതിൽ ഏറ്റവും റെയർ RX വണ്ടി ഇതാണ്. അതുകൊണ്ട് ഇത് 4 ഇറങ്ങി അപ്പൊ തന്നെ നിർത്തി കമ്പനി. നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഈ വണ്ടി ആർക്കും ആ സമയത്ത് നിർത്തുന്ന സമയത്ത് ഇതിന് കൂടുതൽ ആൾക്കാർ വാങ്ങില്ല. അപ്പൊ സ്പ്ലെൻഡർ, CDS അങ്ങനത്തെ വണ്ടികളാണ് വാങ്ങുന്നത്. ഇത് പിന്നെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഗുണം മനസ്സിലാവുന്നത്. ഇത് നല്ല മൈലേജ്, പവർ രണ്ടും കൂടി കൂടുതൽ വരുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ ഏറ്റവും പുതിയ മോഡൽ അത് കവർ ഇവര് 5 സ്പീഡിന്റെ കവർ ടൈപ്പ് കവർ ചെയ്തിന്. അങ്ങനെ ഇതിന്റെ മുകളിൽ മീറ്റർ സെപ്പറേറ്റ് ആണ്, കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് വരികയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പെട്രോൾ ഉണ്ടോ? അതില് ഇതില് പെട്രോൾ കമ്മിയുണ്ട്. അപ്പൊ പെട്രോൾ അവർ കൊണ്ടുവരും. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ ചെലവ് പെട്രോളാണ്. അതായത് നമ്മളിപ്പോ കസ്റ്റമർ ഒരുപാട് വരും. ഒരു ദിവസം 100, 200, 300 കസ്റ്റമർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടല്ലേ. നമ്മളെ മുന്നിൽ കൂടെ തന്നെ ഒരുപാട് കസ്റ്റമർ. നിങ്ങൾ പെട്രോൾ ഒഴിക്കും. നമ്മൾ ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോരുത്തർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴേ ഓരോ ടെസ്റ്റ് ഡ്രൈവ് ഇതിന് നല്ല മൈലേജ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എല്ലാ വണ്ടികൾക്കും. അപ്പൊ അത്യാവശ്യം ടെസ്റ്റ് റൈഡ് തന്നെ 3-4 വരും. അപ്പൊ എല്ലാവരും വണ്ടി ഓടിച്ചു നോക്കും. ഇഷ്ടം ഓടിക്കുന്ന ആൾക്കാരാണ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പൂതി തീർക്കണം എന്നുണ്ടെങ്കിൽ വരാം. കുറെ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്, വണ്ടി കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. നമ്മളെ അടുത്ത് വരുമ്പോൾ നമുക്കും സന്തോഷമാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മള് വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അത് ഇപ്പൊ പെട്രോൾ ഒഴിക്കുന്നുണ്ട് ആര്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പറഞ്ഞോ ഈ മോഡല് ഇതിപ്പോ വന്ന വണ്ടിയാണ്. റീ ആയ വണ്ടിയാണ്. 135 ആണ്. എത്ര നമുക്ക് വരുന്നത്? ഇത് നോക്കേണ്ടി വരും. ഇതെന്താ ഇപ്പൊ ഇന്നലെ വന്ന വണ്ടി നമുക്ക് ഹിന്ദിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒരുപാട് മിസ് ആയിട്ടുണ്ട് ഹിന്ദി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഏകദേശം എത്ര എമൗണ്ട് 5 സ്പീഡ് स्टार्टिंग 1,55,000 रेंज से स्टार्टिंग है 5 स्पीड ओरिजिनल 5 स्पीड और केरला नंबर की गाड़ी रहेगी तो 170-75 रेंज में आएगी और नॉर्मल 4 स्पीड है तो वो 70-75 से स्टार्टिंग है. ഓഫ് ആക്കണ്ട, സ്റ്റാർട്ട് ചെയ്തോ. വണ്ടി സൗണ്ട് കേട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്തോ. അമ്മനാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് വേണ്ടി. ഓക്കെ, സെറ്റ്. ഇനി ഏതെങ്കിലും വണ്ടിയിൽ എണ്ണ കമ്മി ഉണ്ടോ നോക്കാം. ഇനി ഉണ്ടെങ്കിൽ ടാഗ് വെച്ചിട്ടുണ്ടോ? കാണിച്ചേ. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം എണ്ണയാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ യൂസർ ഷോറൂമിലുണ്ടാവും. പക്ഷെ ഇതിന് പ്രത്യേകിച്ചുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോ ഓവർഫ്ലോ ആയിട്ട് പോകുന്നുണ്ടോ, വെയിൽ തട്ടുമ്പോ പ്രശ്നം. മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കല്ലും മുള്ളും നടന്നിട്ട് തന്നെ കഴിയുള്ളൂ. ചെറിയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം. പ്രശ്നമില്ലാത്ത ആള് ജീവിച്ചിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ വേണം. ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കട്ടെ വേണമെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത്. जिंदगी अपनी है तो थोड़ी बहुत प्रॉब्लम्स रहनी चाहिए. बिना प्रॉब्लम की जिंदगी क्या काम की है? प्रॉब्लम रहनी चाहिए. सोलो राइड के लिए हम बोलते हैं सोलो राइड इसलिए बोलते हैं क्योंकि अकेले जाओ, प्रॉब्लम सॉल्व करो, आगे बढ़ो. മനസ്സിലായി പോയി ഞാൻ സോളോ റൈഡ് പോണ ആളെ പറ്റി പറയാം. സോളോ റൈഡ് നമ്മൾ പോകണം. സോളോ റൈഡ് എന്ന് പറഞ്ഞാൽ
ഒറ്റയ്ക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം, വേറെ ഒരാളും വരില്ല. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് വരണം, സോൾവ് ചെയ്യണം, മുന്നോട്ട് പോകണം. പലരും പല പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം തേപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താണോ, ഒരു ട്രിപ്പ് പോകണം, ഒരു ട്രാവൽ ചെയ്യണം, നമ്മളെ മൈൻഡ് ഫ്രീ ആക്കണം. പിന്നെ വേറെ കുറച്ച് ടീമുണ്ട്, കള്ള് കഞ്ചാവ് ഇങ്ങനത്തെ കുറച്ച് സാധനത്തിന് അടിച്ച് അതിനോട് ഒരു കാര്യം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതൊരു അല്പനേരത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിനോ ഒരു അരമണിക്കൂറിനോ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ട്രിപ്പ് പോവുക, ട്രാവൽ ചെയ്യുക, മറ്റുള്ളവരെ പറ്റി പഠിക്കുക, മറ്റുള്ളവരെ പറ്റി കാണുക, ഇതിനായിട്ടുള്ള ഒരു സംഗതി, അത് മൈൻഡ് വേറെ ഞാൻ സോളോ പറഞ്ഞു കുറേ സോളോ പോയിന്, കുറേ സ്ഥലത്ത് പെട്ടിന്, കുറേ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിന്. എന്നിട്ട് നമ്മളെ ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ തന്നെ സോൾവ് ചെയ്ത് അടുത്ത രീതിയിൽ പിന്നെ അടുത്ത ട്രിപ്പും അടുത്തതിൽ അതിനെക്കാട്ടി വലിയ പോയിട്ടല്ലോ ഗുജറാത്ത്. ഇപ്പൊ ഞാൻ രാജസ്ഥാൻ പോയി, രാജസ്ഥാൻ ഗുജറാത്ത് ഒക്കെ പോയിന്. രാജസ്ഥാൻ അവിടുന്ന് ബൈ റോഡ് ഓടിച്ച് വന്ന് ഞാൻ ഓൾ ഇന്ത്യ പോകുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയണത്, ഞാൻ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരു വെറൈറ്റി ആയിരിക്കും, അതിലൂടെ ഒരു നല്ലൊരു സന്ദേശം ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് യാത്ര. നിങ്ങൾ ഇതുവരെ കാണാത്ത നോർത്ത് ഇന്ത്യയിൽ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. നല്ല രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ നമുക്ക് ഞങ്ങൾ വരും. भाई अभी निकलने वाले ऑल इंडिया राइड के लिए, तो अपने पास कुछ फ्रेंड है गुजरात, राजस्थान, मध्य प्रदेश में. उसके अलावा ऑल इंडिया लेवल पे भाई जब आएंगे, इनका इंस्टाग्राम पर फॉलो करके रखो. ये ट्रिप पे निकलेंगे तो जहाँ भी आपको मिलेंगे मैक्सिमम सपोर्ट करो भाई को. भाई ये गाड़ियों के शौकीन आदमी है, बहुत बड़े शौकीन. गाड़ी हो आप रुको, आप वीडियो बना के देंगे. ये खुद यूट्यूब वीडियो के लिए भी आपके पास कुछ कंटेंट है तो आप बताओ भाई, एकदम सेट है. ടൈം കുറെ ആയി. അവര് നമ്മൾ ഈ മലയാളത്തിൽ പലതും സംസാരിക്കുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അതൊന്നും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ. हमारा यहाँ लोकल केरला का मलयालम लैंग्वेज है, तो हम मलयालम में बात करना, हमारे फर्स्ट जो सपोर्टर थे वो केरला वाले थे, इसलिए वो मलयालम लैंग्वेज बहुत ज़रूरी है, इसलिए उसमें ही बात कर रहे हैं. इसके बीच में आपके लिए हिंदी में भी बात कर रहे हैं. आपके लिए स्पेशल ये जो हिंदी, आप हमारे जो हिंदी सब्सक्राइबर हैं उनके लिए हम हिंदी में बात कर रहे हैं. हिंदी आप लोगों के लिए स्पेशल भाई मेरे को बोल के बात कर रही हूँ. तो आप हमारे मैक्सिमम फॉलो करें, सपोर्ट करें. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് അടുത്ത വണ്ടി ഫാൻസി നമ്പറിലെ വണ്ടി. ഫാൻസി നമ്പർ ഏറ്റവും കൂടുതൽ ചെയ്യലേ KLTN BF 135 135 വണ്ടി 135 നമ്പർ 135. പൾസറിന് ഡിസ്ക് ഉണ്ട്, ഓപ്പൺ കാറ്റ് ഉണ്ട്, നല്ല ടാങ്ക് കാര്യങ്ങൾ, പുതിയ ആഫ്റ്റർ മാർക്കറ്റ് പുതിയ ടാങ്ക് ഇട്ടാണ്, സീറ്റ് ഇട്ടാണ്, ഓപ്പൺ കാറ്റ് നല്ല കാറ്റാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 135 ഫാൻസി നമ്പർ 135 നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെറ്റാണ്, ഓപ്പൺ കാറ്റ്. പൊളി സാധനം. ഫാൻസി നമ്പറിലെ വണ്ടി വളരെ റേറാട്ടോ. ഇത് റീ ചെയ്തുകൊണ്ടാണ് ഈ നമ്പർ കിട്ടിയത്. അങ്ങനെ കുറേ വണ്ടി വാങ്ങിയിട്ട് ഫാൻസി നമ്പർ സ്വന്തം വണ്ടിൻ്റെ നമ്പർ കയറ്റണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് 70,000 മുതൽ അതർ സ്റ്റേറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആവട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട. ഇതിൽ എല്ലാം നിങ്ങൾക്ക് കാര്യമുള്ള സംഗതികൾ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കൂടിയാണ്. വണ്ടി ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, എങ്ങനെ എടുക്കണം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത്. ഈ നമ്പറിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ നമ്പർ അതുപോലെ തന്നെ ഈ KLN KR അങ്ങനെയുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള നമ്പറുകൾ പഴയ കാലത്ത് ഈ വണ്ടി ഉപയോഗിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ടാവും, അന്ന് അത് കൊടുക്കേണ്ടില്ലേ, അത് അന്ന് അല്ലേ, അത് നമ്മളൊരു കുട്ടീനെ പോലെ കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കും. ചിലപ്പം അത്രയും ബുദ്ധിമുട്ടായിട്ട് ഒരു പ്രവാസിയാകാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ വേറെ വണ്ടി എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കല്യാണ വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ കെട്ടിക്കുന്ന വിഷയത്തിലൊക്കെ കൊടുത്തതായിരിക്കും ആ വണ്ടി. പക്ഷെ ഇന്ന് ഈ വണ്ടി ഇങ്ങനെ കണ്ടിട്ട് അത് എൻ്റെ മോനാണല്ലോ, എന്റെ വീട്ടിലൊരു അംഗാണല്ലോ അവിടെ നിൽക്കുന്ന പലരും ചിന്ത ഉണ്ടാവും. അത് ഉറപ്പാണ്. ചിലപ്പോൾ ആ ക്യാഷ് കൊടുത്തിട്ട് അവരെ എത്രയാണെങ്കിലും തിരിച്ചെടുക്കും ചെയ്യും. അങ്ങനെയുണ്ട്, കുറെ ആൾക്കാരുണ്ട് അങ്ങനെ സങ്കടത്തോടെ കൊടുത്ത് തിരിച്ചിപ്പോൾ നല്ല രീതിയിൽ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ 30% കസ്റ്റമർ, 30% തന്നെ വലിയ ക്വാണ്ടിറ്റി ആയി. അങ്ങനത്തെ ആൾക്കാർ വണ്ടി എടുക്കണത് എന്താണ് ഇന്ന് ഓടിക്കാൻ വേണ്ടിയില്ല, അന്ന് കൊടുത്ത സങ്കടം തീർക്കാൻ വേണ്ടി. അത് ആ ഒരു വണ്ടിയോടുള്ള ഇഷ്ടം, വണ്ടിയെ പറ്റിയുള്ള വണ്ടി ഭ്രാന്തനായിട്ടുള്ള ഒരാളായിരിക്കും അങ്ങനെയുള്ള ആളുകൾ അല്ലേ. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ സുസുക്കി സാമുറായി സാമുറായി സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യാം, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. സാമുറായി നമ്മൾ സ്വന്തം വണ്ടിയാണ്. സാമുറായി സ്വന്തം വണ്ടിയാണെന്ന് പറഞ്ഞത്. സാമുറായി നെക്സ്റ്റ് അഗൈൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം ബൈ. സാമുറായി മാക്സ് 100 അതേപോലെ നമ്മുടെ അടുത്ത് ഈ വണ്ടികൾ ഏകദേശം ഒരു 35-36 മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആ റേഞ്ച് മുതൽ സാമുറായി നമുക്ക് ഒരു 50 രൂപ റേഞ്ച് വരെ സാമുറായി വരുന്നത്. സാമുറായി നമ്മൾ വാങ്ങുന്ന വണ്ടി എന്താ പറയുക, സാമുറായിൽ ഇപ്പോൾ ഈ വണ്ടി നല്ല കണ്ടീഷനിലെ വണ്ടി. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടായി ഒരു കിക്കിന് സ്റ്റാർട്ടിംഗ് ആണ്,
വാട്ടർ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് സ്റ്റാർട്ടിങ് പ്രശ്നമില്ല, നല്ല വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇതിന് മുകളിൽ കൂടുതൽ വർക്ക് എടുക്കില്ല അങ്ങനത്തെ വണ്ടിന് മുകളിൽ. RX-ന്റെ മുകളിൽ പിന്നെ ഞങ്ങൾ വർക്ക് എടുക്കും. അപ്പോൾ ഈ വണ്ടികൾ ഞങ്ങളുടെ അടുത്തുള്ള വണ്ടികൾ ചിലപ്പോൾ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന വൃത്തിയിലേ ഉണ്ടാവുള്ളൂ, പക്ഷെ വർക്കിംഗ് തമ്മായിരിക്കും. കമ്പനി അതായത് ഇനിയിപ്പോ ഈ കണ്ടീഷനിലുള്ളത് കസ്റ്റമർ പറയാണ് നമുക്ക് എക്സ്ട്രാ മാർഗാർഡ് ഹൈറ്റ് ചെയ്യണം, ചെയ്ത് കൊടുക്കും. ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. നമ്മളത്തെ എല്ലാ സ്പെയറും ഇവിടെ ഉണ്ട്. സ്പെയർ ഉണ്ട് അല്ലേ? ഓക്കെ, ഒരു റെയർ ഐറ്റം രാജദൂത് ഇവിടെ ഉണ്ട്. ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ? ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുണ്ട്. ഇതിന്റെ വണ്ടി തന്നെയാണ്. അത് നിങ്ങളുടെ വണ്ടിയാണ്? ഇത് നമ്മള് ഓട്ടോ ഷോക്ക് വണ്ടി ഇറക്കിയനി. ഈ വണ്ടി കൊണ്ടോട്ടിയിലെ ഓട്ടോ എക്സ്പോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും അത്യാവശ്യം നല്ല സെറ്റ് ഓട്ടോ ഷോ നമ്മളൊക്കെ കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ. അതല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മളെ കൂടി എല്ലാവരോടും നന്ദി പറയാണ്. കാരണം വെച്ചാൽ എനിക്ക് അവിടെ സ്റ്റേജിൽ കയറാൻ കഴിഞ്ഞ് 2-3 വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ കിട്ടാൻ പോകുന്ന ഒരു അവസരം കൂടിയാണ്. നമുക്ക് ചെറിയൊരു 10-20 മിനിറ്റ് ഒരു ഹാങ്കറായി അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. അത് നിങ്ങളെ പോലത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട്. വണ്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 40 വണ്ടിന്റെ നമുക്ക് 20 വണ്ടി സ്പേസോളം പറഞ്ഞാൽ അങ്ങനെ 40 വണ്ടിയോളം നമ്മൾ വെച്ച് ആടിന്റെ RX ഫ്യൂറി ഉണ്ട്. നമ്മുടെ ഷോറൂം തുടങ്ങിയ കൊണ്ടോട്ടി അന്നത്തെ ആ പരിപാടിയിൽ വന്ന ആളുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ കമന്റ് നിങ്ങൾ നമ്മളവിടെ കണ്ടിന്യൂ സെൽഫി എടുത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുത്ത് കൊണ്ടോട്ടിന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഫാൻസ് ഒക്കെ എനിക്കുള്ളത്. നമ്മളെ വണ്ടി ഭ്രാന്തന്മാരുള്ള ഏരിയ ആണ്. വണ്ടി വെച്ചോണ്ട് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ആ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് പോയിട്ട് സെൽഫി കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് കണ്ട് സംസാരിച്ച് വലിയ ഹാപ്പിനെസ് അല്ലേ? അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം, ഏറ്റവും വലിയ സന്തോഷമാണ്. വണ്ടികളുടെ ഒരു വെറൈറ്റി ഷോ തന്നെയാണ്. പിന്നെ രാത്രി DJ നൈറ്റ് മയത്ത് വെള്ളത്തിൽ ചാടിയാലൊക്കെ കമന്റ് അതൊക്കെ വേറെ രക്ഷയില്ലാത്ത പരിപാടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നോട്ട് ഓൾഡ് ജസ്റ്റ് വിന്റേജ്. 25 കൊല്ലം പഴക്കമുള്ള പുലിക്കുട്ടൻ വണ്ടി. നല്ല പവറാണ് വണ്ടി, നല്ല പവറാണ്. ഓഫ് റോഡ് വെറൈറ്റി കളറുകളൊക്കെ വെറൈറ്റി ആക്കി കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിനുള്ളിൽ റെഡ് ഗിയർ ലിവർ മാറിയാണ്. അതുപോലെ ബാക്കിത്തെ ബ്രേക്കിന്റെ സ്റ്റെറ്റുള്ള ടയറാണ്. ഈ സൈഡത്തെ ഈ എഞ്ചിന് ഹെഡ് ആണെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ കളറിങ്ങുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഇത് കൊണ്ടെടുക്കുന്ന ആളെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് വണ്ടി ഉണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങിയാണ്. ഇഞ്ചൻസ് ആയിട്ട് ദമ്മാണ്. നല്ല വർക്കിംഗ് ഉള്ള വണ്ടി. TN അല്ലല്ലോ? അല്ലല്ല, സ്വാഭാവികമായിട്ട് ആ ഒരു ഭാഗത്താണ് അവിടെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. പക്ഷെ വേറെന്നുണ്ട്, RX പോലും വല്ലാതെ കളിക്കൂല. RX ഈ തമിഴമായിട്ടുള്ള ആളുകൾ, തമിഴ്നാട്ടിലുള്ള മോഡിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷെ വണ്ടി നീറ്റ് സൗണ്ട് ക്ലിയറിറ്റി ആണ്. പെയിന്റിംഗ് ഇവിടെ ഒരു താഴ്ന്ന രീതിയിൽ ആ നോർമൽ ആയിട്ടുള്ള ഇതുപോലെ അല്ലേ, സിംഗിൾ റിംഗ് ആയിട്ടുള്ള ഒരു കരിയർ ആണ് ഉണ്ടാവുക. വണ്ടി ഭ്രാന്തന്മാർ എല്ലായിടത്തും ഉണ്ട്. നാട്ടിൽ തമിഴ്നാട്, കർണാടക എല്ലാം നമ്മുടെ വീഡിയോയിലൊക്കെ പലതും നമ്മൾ ഇതിന് മുന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോക്ക് വേണ്ടി എത്ര ആൾക്കാരെ വെയിറ്റ് ചെയ്യണം കാര്യം. ഒരു 2 സ്റ്റോക്കിന്റെ ഷോറൂമിന്റെ വീഡിയോ ഈ വീഡിയോ റെയർ പിസ്റ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ട് എത്രങ്ങാനും ആളുകൾ കമന്റ് പല വീഡിയോന്റെ അടിയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ വണ്ടികളുണ്ട്. നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കാര്യം പറഞ്ഞു, ഈ വണ്ടി പറഞ്ഞു, ഓരോ വണ്ടിന്റെ ഞങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കും ഇതിൽ എന്താ മെച്ചം അല്ലെ ഇതിൽ എന്താ കാര്യം. ഇതിൽ ഈ സിലിണ്ടർ കളർ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല, എനിക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇഷ്ടമല്ല. പക്ഷെ ഗിയർ ഇടാൻ സുഖമുണ്ട്. വണ്ടി വെച്ചപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായി. അതേപോലെ അതൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാ ബ്ലാക്ക് വേണ്ട, ഗ്രീൻ വേണ്ട, ഞങ്ങൾ ചെയ്തു നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഓൻ ക്യാമറ പിടിച്ച് കൊയങ്ങി കേട്ടോ. നമ്മൾ പറഞ്ഞ് വേറെ ലെവല് ഇങ്ങോട്ട് പുറ കണ്ടോ. മൊത്തത്തിൽ തീരുമാനമായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ എങ്ങനെയാണെന്നുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് RX ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണെങ്കിൽ എങ്ങനെയാണ്? ഇത് നമുക്ക് ഏകദേശം 80 രൂപ റേഞ്ച് വരുന്നതാണ്. പെട്ടെന്ന് പറഞ്ഞു കുറച്ച് തരാം. 2028 വരെ ഉണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്താണ്. ഒരു 88 രൂപ റേഞ്ച് വരുന്നതാണ്. കുറച്ച് മുമ്പ് റീസ്റ്റോർ ചെയ്ത നല്ല കണ്ടീഷൻ. ഇത് കാറ്റിലുള്ള 5 സ്പീഡ് ആണ്. 5 സ്പീഡ് ഇപ്പൊ പണി കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാഞ്ഞാലേ അത് കാണുമ്പോ നല്ല ചേലുണ്ട് വണ്ടി. സ്റ്റാർട്ട് ചെയ്യണം. പെട്രോൾ ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തോ? റൈസ് ആക്കിയോ? ഓ, സീന് സൗണ്ട്. ആര് മൂളൊക്കെ കണ്ടോ? വരുന്നുണ്ടോ? പൊന്തി സിനിമ ഉണർന്ന് എല്ലാരും നോക്കണ്ടിട്ടാ.
ലേഡീസ് അടക്കം നോക്കണം അതാ റോഡ് സൈഡ് രാവിലത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, ചെറിയ മിസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെറ്റാണ്. ായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് റേറ്റ് ഏകദേശം എങ്ങനെ വരും? ഇത് അത്യാവശ്യം റേറ്റ് വരുന്നത് ക്വാളിറ്റിയിലെ പാർട്ടിന്റെ ഓർഡറിൽ 5 സ്പീഡ് ആണ്, ഫുള്ളി റീസ്റ്റോർ ചെയ്താണ്. ബജറ്റ് നോക്കേണ്ടി വരും. നമ്മൾ ഫുള്ളി റീസ്റ്റോർ നമ്മളെന്താ പറയാ, ഞങ്ങൾക്ക് നല്ല വിഷം ഞങ്ങൾ വാങ്ങുന്ന കണ്ടീഷനിൽ സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇഞ്ചൻ പണി ഉണ്ടെങ്കിൽ ഇഞ്ചൻ ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ വെക്കാം. നമുക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് വെക്കലില്ല, കൂടുതൽ വെക്കാനുള്ള ഗ്യാപ്പും ഇല്ല, ചെയ്തില്ല. ബാക്കി വണ്ടി ചെയ്തു തരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ആ പോണ് സെക്കന്മാരെങ്ങനെ പൊളിക്കാണ്. സൗണ്ട് കേട്ടോ ഉസ്കാ സുനാ साउंड सुना आपने? बीट एक नंबर बीट है. ओपन गेट मैसूर ओपन गेट है, बहुत अच्छा. ये गाड़ी वो गया, वो गाड़ी ये गाड़ी, ये सब एक नंबर गाड़ी है. ഉസ്കാ എന്ന് പറഞ്ഞാൽ ഓലനല്ലേ? അതായത് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എനിക്കറിയില്ല, എന്ത് തെറ്റുണ്ടെങ്കിൽ പറയണം. 2004 വരക്ക് കാര്യങ്ങൾ കഴിഞ്ഞ വണ്ടിയാണ്. കാര്യങ്ങൾ നോക്കാണ്ടാവും. ഞാനിപ്പോ ഇതിനെ പറ്റി പറയാൻ എനിക്ക് ഓർമ്മയില്ല കാര്യങ്ങൾ ഡീറ്റെയിൽ. ഓക്കെ, ഇത് പുതിയ വന്നാണ് അല്ലേ? ഓക്കെ, GJ വണ്ടി, GJ DN 05 DN 948 RJ വണ്ടി. രാജസ്ഥാൻ വണ്ടി. ഇത് മുജിക്കാൻ വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ കിളിപ്പച്ച കിളിക്കുഞ്ഞ് MT വണ്ടിയാണ്. എത്ര വിൽക്കുന്നത്? ഇത് 160 റേഞ്ച് വരുന്നതാണ്. 160 റേഞ്ച് വരുന്നതാണ്. 160 അല്ലേ? ഇന്ന് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴൊക്കെ വെയില് ചൂട് പൊള്ളത്ത് നമ്മൾ നിൽക്കലാണ് സാധാരണ ഉണ്ടാറ്. പക്ഷെ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് തീരുമാനിച്ച് വന്നപ്പോൾ രാവിലെ ഫുള്ള് മഴ. നമ്മൾ 8 മണിക്ക് വരാന്ന് വിചാരിച്ച ആൾക്കാർ നമ്മൾ 12 നല്ല കാര്യമാണ്. കുറെ കാലമായി നമ്മൾ മഴ ഞങ്ങൾ മഴ ഏറ്റവും നല്ല കാര്യം കേട്ടോ. കൽബറിനെ ഞാൻ വിളിച്ച് രാവിലെ അങ്ങനെ മഴ, പെരും മഴ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയില്ല. 8 മണിക്ക് ഇവിടെ എത്തണം എന്നുള്ള പ്ലാൻ. 8 മണിക്ക് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വിളിക്കുകയാണ്, പെരുമഴയാണല്ലോ എന്താ ചെയ്യാന്ന്. ഒരു വിഷയമില്ല, മഴത്ത് നനഞ്ഞാൽ നമുക്ക് ആഗ്രഹമായിട്ട് കുറെ കാലം നടക്കണേ. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മഴ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇപ്പം വീഡിയോ എടുക്കാൻ ആള് അത്രയും ഈ വേർപ്പിന്റെ പോലെ തന്നെ എങ്ങനെ ആയാലും പണിയെടുക്കാൻ ഒരു മടിയില്ലാത്ത ഒരാളാട്ടോ. പറയുന്ന കാര്യം ആ വീഡിയോ എടുക്കാൻ പലരും പറയും ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മറ്റുള്ളതായിട്ട് ഇത് വെറുതെ സിമ്പിൾ പരിപാടി, ഇതിന് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യണം, ഇത് നിങ്ങളെ മുന്നിൽ കാണിക്കണം, നിങ്ങൾ പണ്ട് ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാളാണ്. ഇപ്പൊ അതിന്റെ അവസ്ഥ ഞങ്ങൾ ചെറിയ വീഡിയോ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നടക്കുന്ന പരിപാടിയല്ല. ഈ വീഡിയോ ചെയ്യാൻ നല്ല നയിപ്പാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ടാവും. മൊത്തം വീഡിയോ എടുത്തിട്ടൊക്കെ ഞങ്ങൾ 1 മണിക്കൂറിന്റെ വീഡിയോ എടുത്തിട്ടൊക്കെ മൈക്ക് ഓണാക്കാൻ മറന്ന സമയമുണ്ട്. പിന്നെയും മൊത്തം എടുത്തിന്. അപ്പൊ അതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് എടുക്കുകയാണ്. പിന്നെ ഈ സംസാരിക്കണേ ഇത് മൊത്തം കാണുന്നുണ്ടല്ലോ, മൊത്തം കാണുന്നുണ്ട്. ഇത് ഇത് ഇത്രയും വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കിയാണ്. ഒന്നുമില്ല, എനിക്ക് കോഴിക്കോട് നിന്ന് ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞതാണ്. നമുക്ക് ഒരുപാട് പോലീസുകാര് നമുക്ക് അനുമോദനം മറ്റുള്ള മൊമെന്റ് ഒക്കെ തന്നതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ പരിപാടിക്കൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമ്മളവിടെ പോയപ്പോൾ പക്ഷേ കോഴിക്കോട് നിന്ന് ഒരു പോലീസുകാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓപ്പണായി പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് നിനക്കൊക്കെ നയിച്ചു തന്നൂടെ, അല്ലെങ്കിൽ വിയർപ്പിന്റെ അസുഖം ഉണ്ട് എനിക്കൊക്കെ പണിയെടുത്ത് തന്നൂടെ, അങ്ങനെ ചോദിക്കണ്ട. പക്ഷെ നമ്മളിത് ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ട്. പോലീസുകാരുടെ ഡ്യൂട്ടി, നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അതിൻ്റെതായ റിസ്ക്കും ഡ്യൂട്ടി ഉണ്ട്. പിന്നെ അതുമല്ല മറ്റുള്ള കല്ലുപണിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കല്ലുപണിക്കും ഓട്ടോറിക്ഷ ഓട്ടാനും ഗൾഫിലാണെങ്കിലും ഒക്കെ എല്ലാ പണിയും എടുത്ത് വളർന്നവരാണ്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി വന്ന ആളുകളൊന്നുമല്ല. ജസ്റ്റ് ഇത് പറയാം, നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത വെറുതെ വണ്ടിന്റെ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞ ഒരു വണ്ടിന്റെ ഷോറൂം വീഡിയോ എടുക്കാന്ന് മാത്രമല്ല, കുറച്ചൊക്കെ ടിപ്സും കുറച്ചൊക്കെ കാര്യങ്ങളും നമുക്കുള്ള ഉപദേശങ്ങളും നിങ്ങൾ നമുക്കും അതേപോലെ തരണം. എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഭാഗത്തുനിന്നും അതുപോലെ കമന്റ് ആയിട്ട് നിങ്ങളും പറഞ്ഞു ഞാനും അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കമന്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ഇതിലെന്താ അറിയോ, എല്ലാവർക്കും ഇപ്പം ഒരു ഏറ്റവും വലിയ പോസ്റ്റിലിരിക്കുന്ന ഓഫീസർക്കായാലും യൂട്യൂബറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലെവലിൽ ഈ ലെവലൊന്നും എത്താൻ കഴിയില്ല. അതൊരു കഴിവ് തന്നെ വേണം, പിന്നെ സപ്പോർട്ട് വേണം. ഒന്നുമില്ല, ഞാൻ ഇതിന്റെ മുന്നേ ഒരു ലോഞ്ചിങ്ങിന് പോയിരുന്നു. ഒരു വണ്ടിയുടെ പുതിയൊരു ബ്രാൻഡ് വണ്ടിയുടെ ലോഞ്ചിങ്ങിന് പോയിരുന്നു. നമ്മൾ ഇവിടെ നിന്നുള്ളത് ഞാനാണ്. പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള ജില്ലകളിലുള്ളത് മലപ്പുറം ജില്ലയിൽ ഞാനും അതുപോലെ മറ്റുള്ള ജില്ലകളിൽ സിനിമാ നടന്മാരും സിനിമാ നടിമാരും. അപ്പൊ ആ ഒരു ചാൻസിലേക്ക് നമുക്കൊരു ചാൻസ് കിട്ടുക പറഞ്ഞാല് വളരെ അല്ലെ, അത് ഒരു ചാൻസ് തന്നെയല്ലേ. നമ്മളെ മോട്ടറൊക്കെ സംഭവം ടോപ്പാക്കാനല്ല ഉള്ളത് പറയാണ്. കേരളത്തിൽ ഏറ്റവും ഗീവ് കൊടുത്ത ഒരാൾ ഞാൻ ഈ ഗീവ് മൈൻഡ് ഞാൻ പറയാം. എനിക്കിപ്പോഴും ഗീവ് എനിക്കൊന്നും കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. എനിക്ക് ഞാൻ എന്താ പറയാ, ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടണം. എനിക്കിപ്പോ എന്തെങ്കിലും നമ്മളങ്ങനെയാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടി വാങ്ങിയത്, ഞാൻ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ട് പുതിയ വണ്ടി എടുത്തത് പ്ലാറ്റിന എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പൊ ഞാനൊരു വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് വണ്ടി എടുക്കണം എന്നുള്ള ചിന്ത. എൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ പ്ലാറ്റിന ഞാൻ സാധാരണ നിലയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്.
ഇപ്പൊ എനിക്ക് ചിലപ്പോൾ വണ്ടി RD വേണമെങ്കിൽ എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ RZ വേണമെങ്കിൽ എടുക്കാൻ കഴിയും, എല്ലാ വണ്ടി ഏത് വണ്ടി നമ്മുടെ വേറെ വണ്ടികൾ ഉണ്ടാണ് നിലവിൽ. പക്ഷേ നമ്മളിതൊന്നും ഒറ്റയടിക്ക് എടുത്ത് വളർന്നു വന്ന ആളല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗീവ് അവേ ആണെങ്കിലും ഞാൻ പെരുന്നാളിന് തന്നെ ഒരു 10-15 ഷോറൂമിന്റെ ഷോപ്പിൽ 10-15 ഡ്രസ്സിന്റെ ഷോപ്പിൽ പോയിട്ട് ഗീവ് അവേ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഇനിയിപ്പോ ഞാൻ കണ്ടതിൽ എനിക്ക് അറിയില്ല അതിനെ പറ്റി. ഞാൻ കൂടുതൽ കമന്റ് ഇട്ടോട്ടെ. അതാ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടേരി. നമ്മൾ പറഞ്ഞില്ല റയർ പിസ്റ്റൺ, അതേപോലെ സ്പൾബർ ഏറ്റവും കൂടുതൽ ഗീവ് അവേ. വണ്ടി ആയാലും ഐഫോൺ ആയാലും സ്പെയർ പാർട്സ് ആയാലും എന്തൊക്കെയോ റിസോർട്ട് ഇല്ലാത്തൊരു സാധനമില്ല. സ്മാർട്ട് വാച്ച് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴത്തേക്കും വിചാരിക്കും ഇത് എങ്ങനെ എന്താ പറയാ കസ്റ്റമർ ആയിട്ടുള്ള ടൈപ്പ്. അതായത് നമ്മൾ എല്ലാവർക്കും ലൈവിലാണ് നമ്മൾ ഗിവേന്റെ റിസൾട്ട് ഉണ്ടാവുക. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് എല്ലാ ഗിവേലും പങ്കെടുക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. നമ്മുടെ വണ്ടികളെ പറ്റി പറയാം. അതെ, RD നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ച് കാണിച്ചു തരാം. നമുക്ക് ഉള്ളിലേക്ക് കൂടി ജസ്റ്റ് പോവാം, അത് കഴിഞ്ഞിട്ട് RDയിലേക്ക് വരുന്നല്ലേ. ഈ ഒരു ഭാഗത്തുള്ള വണ്ടിയാണ് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. ഇത് നമ്മൾ പറഞ്ഞാണ് ഫസ്റ്റ് നമ്മൾ ഇത് പറഞ്ഞില്ലല്ലേ, ഇത് 1 lakh പ്ലസ് റേഞ്ച് വരുന്ന വണ്ടിയാണ്. 95 മോഡലാണ്, ഒറിജിനൽ കേരള വണ്ടി, നല്ല വർക്കിംഗ് അടിപൊളി വണ്ടി. ഒന്ന് നോക്കാല്ലേ അടുത്ത് പോവാം. അത്രേ നമുക്ക് നെക്സ്റ്റ് നമ്മൾ മുജിക്കാന വണ്ടിയാണ്. അത് വണ്ടി നമ്മളെ വണ്ടികളുണ്ട്. ഇതൊക്കെ ഇവിടെ വർക്ക് എടുത്ത് നമ്മൾ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഷോക്ക് വേണ്ടി ഓട്ടോ ഷോക്ക് വേണ്ടി ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ്. കൊടുക്കാനുള്ള വണ്ടികൾ തന്നെ. ഫാൻസി നമ്പറുള്ള വണ്ടിയാണ്. നമുക്കൊരു പൊതുവെ 45-50 റുപ്യന്റെ മുകളിൽ വില വരുന്ന വണ്ടിയാണ്. ഒരു അങ്ങനെ കൊടുക്കേണ്ടത് പറഞ്ഞു. എങ്ങനെയാ നിങ്ങൾ പറഞ്ഞോളി. അല്ല, ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്. നിങ്ങൾ ഒരു മട്ടം പോലെ രീതിയിൽ കുറച്ച് 35 രൂപ 35 രൂപയ്ക്കോ ഞാനാണ് കൊണ്ടുവരുന്നോ. സംഭവം എന്താ പറയാ, കിട്ടാനില്ല. ഈ നമ്പറിലെ പഴയ സ്കൂട്ടറൊന്നും നമുക്ക് കിട്ടാനില്ല. അതവസ്ഥ 35 വാങ്ങാൻ. ഇത് 35 ആർക്കാണ് കിട്ടണവന് ഭാഗ്യമുള്ള പോലെ. ഇത് പഴയ നമ്പറാണ്. കണ്ടീഷൻ ഉണ്ട്, എഞ്ചിനൊക്കെ കണ്ടീഷനാണ്. ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് മിക്കവാറും ഞാൻ മിക്കവാറും കൊണ്ടുപോയിട്ടത്. ഞാൻ കൊണ്ടുപോയി പറഞ്ഞിട്ട് ഇന്ന പരാതി പറയരുത്, ഞാൻ കൊണ്ടുപോയില്ല. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് വരാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഉണക്കി. ഓക്കെ, തുടങ്ങാം. നമുക്ക് ഇത് RD ഈ സൈഡിലെ നമുക്ക് ഈ RD തന്നെ തുടങ്ങല്ലേ. ये सुपर RD ऊपर है, ये सबसे ऊपर आप देख लो, सब नीचे है, ये ऊपर है, ये किंग है. ടൂ സ്റ്റോക്കിന്റെ രാജാവ്. ഒന്നും പറയാനില്ല. ഈ സ്ഥാനത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് എപ്പോഴും ബഹുമാനിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഡബിൾ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അടിപൊളി വണ്ടി. ഒന്നും നോക്കാം, ഇത് ഫുൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്, വെക്കാനുള്ള വണ്ടിയല്ല. बेचने के लिए बिल्कुल नहीं है. हमारा पर्सनल गाड़ी है. सर्विस के लिए नीचे उतारते हैं, वापिस ऊपर चढ़ा देते हैं. गाड़ी यहीं पे फिक्स यहीं रहेगा. ये ब्रांड है. ये शौक है, मैंने नस हमारी എന്നാലും ഞാനാണ് പറയാ ഹിന്ദി ആദ്മി മുझे गलत है तो माफ करो भाई. ഓക്കെ, നെക്സ്റ്റ് ഇത് 2002 മോഡലാണ്. സൈലൻസർ അടക്കം വരുന്നതാണ്. ഏകദേശം ഇന്നലെ വന്ന വണ്ടിയാണ്. ചെറിയ സർവീസ് കാര്യങ്ങൾ കഴിച്ച് ക്ലിയർ ആക്കിയാണ്. ഈ വണ്ടീന്റെ മുകളിൽ നമുക്ക് ഷോർട്ടിൽ പ്രത്യേകത പറഞ്ഞു, അതിന്റെ ചേസ് കാര്യങ്ങളൊക്കെ 5 സ്പീഡ് ടൈപ്പ് വരാം. മാഗ്നറ്റ് കോയിൽ, കറണ്ട് സപ്ലൈ കുറച്ചും കൂടി ബെറ്റർ വരും. ഹീറ്ററിങ്ങിന് വേറെ ഫിറ്റിംഗ്സ് ഉണ്ടാവും. സൈലൻസർ അടക്കം വരുന്നതാണ്. കാറ്റില്ല, വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം സെറ്റ് വണ്ടിയാണ്, യൂസ് ചെയ്യാൻ പറ്റിയ 135 സെഗ്മെന്റിൽ നല്ല വണ്ടിയാണ്. മാക്സ് 100 നല്ല വർക്കിംഗ് ഉള്ള നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ, പ്രൈസ് ആണെങ്കിൽ ഏകദേശം ഒരു 38 രൂപ റേഞ്ചിൽ നമുക്ക് വണ്ടി കൊടുക്കാം. 38 രൂപ റേഞ്ചിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്. നിങ്ങൾ നേരിട്ട് വരുന്നോളി. മുജിക്കാരോട് എന്ത് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ബ്ലൂ നമ്മൾ പുതിയ റിന്യൂവൽ എടുത്താണ്, 3 ദിവസം മുമ്പ് റിന്യൂവൽ എടുത്തിട്ടുണ്ട്. അത് നോക്കാണ്ടാവും. പുതിയ 5 കൊല്ലം പേപ്പറിലെ വണ്ടി. ഓക്കെ, അതുപോലെ CDSS മൈലേജിന്റെ കിങ് ആണത്. അത് എന്തായാലും ഒരു 60ന്റെ മേലെ മൈലേജ് കിട്ടും. 70-60 ആണ് കിട്ടോ. നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മൈലേജ് കിട്ടും. കാര്യങ്ങളൊക്കെ പക്കാ ക്ലിയർ ആണ്. പാകിസ്ഥാനിലൊക്കെ ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ് തോന്നുന്നുണ്ട്. ഹോണ്ടന്റെ വണ്ടികളുണ്ട്, ഈ ടൈപ്പ് വണ്ടികളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 35 ആണ്. ഏകദേശം നമുക്ക് കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള ആണ്. വർക്കിംഗ് കാര്യങ്ങൾ ക്ലിയർ ആണ്. നമുക്കൊരു ഇത് 89 രൂപ ലെവൽ സെയിലിട്ടാണ് 85 രൂപയ്ക്ക് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതലുള്ള എനിക്ക് ഞാൻ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ നമ്മൾ സൗദി അറേബ്യയിൽ 2 വർഷം നിന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് പാകിസ്ഥാനിയായിരുന്നു. ആ പാകിസ്ഥാനി എന്നോട് പറഞ്ഞതാണ്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് വണ്ടിയാണ് അവിടുത്തെ CDSS. ഭയങ്കര ഫാൻസും ഉണ്ട് അവിടുത്തെ ടോപ്പ് ബൈക്ക്. നമ്മളിവിടുത്തെ ഈ പൾസർ അല്ലെങ്കിൽ അങ്ങനത്തെ മോഡൽ വണ്ടികളല്ല. ഇതൊക്കെ സൂപ്പർ ബൈക്ക് അവിടുത്തെ. നല്ല വണ്ടികൾ വേറെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പരിചയപ്പെട്ട ആള്
എന്താ എന്താ അടുത്ത് പേരിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, അവൻ പറഞ്ഞിന് പക്ഷെ മറന്നുപോയി. ആ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അതായത് വലിയ ബഡ്ജറ്റ് ഉള്ള ഒരു ഏരിയ ഉള്ള ആളല്ല. അപ്പോൾ അവിടുത്തെ അവൻ്റെ നല്ലൊരു വണ്ടിയാണ് അത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 85 രൂപ റേഞ്ചിൽ കൊടുക്കാം കേട്ടോ. 85 രൂപ 135 ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, ഇഞ്ചൻ സൈലന്റ് ആണ്, വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എത്ര മിനിറ്റ് ആയി? 1 hour ആയിട്ട് വീഡിയോ നമുക്ക് ഷോർട്ടിൽ തീർക്കാം. ഓക്കെ, പെട്ടെന്ന് റേഞ്ചിൽ രണ്ടും ഒരേ 90 പ്ലസ് റേഞ്ച് വരുന്നതാണ്. 90 പ്ലസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമർ ഏകദേശം ഡീലാക്കിയാണ്. കസ്റ്റമർ കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമറാണ്. നിങ്ങളിപ്പോ ഒരാളും കൂടി ഇല്ലേ? നിങ്ങളുടെ പേരെന്താ? രോഹിത്. നിങ്ങൾ വരി. രോഹിത് ഇല്ലേ? അല്ല, വീഡിയോ വരാൻ മടിയുണ്ട്. രോഹിത് അല്ല, രോഹിത് വരുന്ന റസലിന് വീഡിയോ വരാൻ മടിയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണ് എടുക്കും? പേയ്മെന്റ് എടുക്കുന്നു. പേര് സംസാരിച്ചോട് വന്ന് പറഞ്ഞ പോലെ പേര് നെയിം ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പോലെ വന്ന വണ്ടി ഇത് ഫ്രണ്ട് ഐറ്റ് ഇതിന് SDVന്റെ പെയിന്റിംഗ് ക്ലിയർ ആണ്, ഇഞ്ചൻ സൈഡ് 100% പക്ക ഇഞ്ചനാണ്. ഹാപ്പിയാണോ? ഹാപ്പി നോക്കി അവിടെ ഇവിടെ നോക്കിയാണ് പോലെ എല്ലായിടത്തും നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് വന്നാണ്. അതുപോലെ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോ തന്നെ കണ്ണൂരോടെ പറഞ്ഞേ കണ്ണൂര്, തലശ്ശേരി. അങ്ങനെ പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ആള് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കണ്ട ആളുകളാണിത്. ഓക്കെ, അതുപോലെ തന്നെ വണ്ടി KL7 G5342 വണ്ടി നല്ല നേക്കുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് മോജോക്ക് വേണ്ടി കൊടുത്തിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ NOC എടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാണ്. മുട്ടൻ വണ്ടി, വണ്ടി ഇത് ഞാൻ എനിക്ക് റൈഡ് പോകാൻ വേണ്ടി തന്നെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. റൈഡിങ്ങിന് ബെസ്റ്റ് വണ്ടിയാണ് മോജോ. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു വണ്ടി എടുക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സുസുക്കി സാമുറായി ഉണ്ട്, മാക്സ് 100 ഉണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഈ വണ്ടി നമുക്ക് പ്രത്യേകതരം പറയാനുള്ള വണ്ടി പറയാം. ഇത് ജസ്റ്റ് ഈ വണ്ടി എന്ന് അറിയാമോ? നമുക്ക് സാമുറായി മാക്സ് 100 അല്ലെങ്കിൽ ഒരു സാധാ വണ്ടിനെക്കാട്ടിയും ഔട്ട് ചെയ്ത വണ്ടിയാണ്. കുറച്ച് നല്ല പവർ ഉണ്ട്, പവറേജ് വണ്ടിയാണ്. അതായത് സാമുറായി അല്ലേ? സാമുറായി മാക്സ് 100 ആണ്, പക്ഷെ അതൊന്നല്ല. ഓടിക്കുമ്പോ നമുക്ക് തോന്നുകയാണ് അങ്ങനെ RX-ന്റെ പവർ ഉണ്ട്, ഒരു 100-ന്റെ പവർ ഉണ്ട്. നമുക്ക് തോന്നുന്നില്ല ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ മെല്ലെ ഒരു സാധാരണക്കാരായിട്ട് പോകണോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സാധാരണക്കാരായിട്ട് നെട്ടിക്കണം എന്ന്. മാക്സ് 100 അടുത്ത് ഇങ്ങനെ മെല്ലെ ഒരു നല്ല ത്രോട്ടിൽ അങ്ങനത്തെ ലെവലിലെ സാധനമാണ്. ഓക്കെ, അതുപോലെ തന്നെ 2-3 വണ്ടികൾ ഇവിടെ വേറെ ഷോഗൺ ഉണ്ട് അല്ലേ? ഇത് രണ്ട് ഷോഗൺ നമുക്ക് ബഡ്ജറ്റിൽ ഓഫർ. ഇത് ഞങ്ങളിപ്പോ കൊടുത്ത വണ്ടിയാണ്, നിങ്ങൾക്ക് കാണാം കേട്ടോ. ജസ്റ്റ് അഡ്വാൻസ് ആയിന് നമുക്ക്. ഇത് ഏകദേശം 70,000 രൂപ ഞങ്ങൾ കൊടുത്ത വണ്ടിയാണ്. 5 കൊല്ലം പേപ്പർ ഉണ്ട്, ഇഞ്ചൻ നല്ല വർക്കിംഗ്, ഇഞ്ചനിൽ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പെയിന്റിങ് കാര്യങ്ങൾ ആവറേജ് ആണ്. എടുത്തിട്ട് പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഗുജറാത്ത് വണ്ടി 5 കൊല്ലം പേപ്പറിലെ വണ്ടി 99 മോഡൽ വണ്ടി നമ്മൾ 70,000 രൂപ കൊടുത്ത്. ഓക്കെ, 5 കൊല്ലം പേപ്പർ ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഷാവലിനാണ്. ഇത് ഇപ്പൊ പുതിയ റിന്യൂവലിനുള്ള വണ്ടിയാണ്. 20,000-നും 30,000-നും വിറ്റോലുണ്ടാവും, ഓലിപ്പോ സങ്കടം ഇവിടെ ഉണ്ടാവും. അത് ഞാൻ പറയുമ്പോൾ തന്നെ താഴെ വന്നിട്ട് കമന്റ് ഇടും, ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വണ്ടി പ്രവാസ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ താഴെ കമന്റ് ആയിട്ട് വരും. അത് ഉറപ്പാണ്. അങ്ങനത്തെ സങ്കടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ നല്ല വണ്ടി തരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ പഴയ ഒരു വണ്ടി യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഇവിടെ വരാം. ഇന്നലെ ഞാൻ പറഞ്ഞ ജപ്പാൻ വണ്ടി കൊടുത്ത് പണ്ട് മൂപ്പര് വണ്ടി കൊടുത്താണ്. ഇവിടെ വണ്ടി വാങ്ങാൻ വന്ന ആളല്ല, ഇവിടെ വന്നപ്പോ ഇങ്ങനെ വന്ന് കയറി കണ്ടു പോവാന്നുള്ളത്. മൂപ്പര് 5,000 രൂപ കയ്യിൽ ക്യാഷ് തരാനുള്ളൂ. മൂപ്പരാൾ അഡ്വാൻസ് തന്നിട്ട് ഞാൻ എന്തായാലും വണ്ടി എടുക്കാം. ഞാൻ എടുക്കാൻ വന്ന ആളല്ല. ഞാൻ പറഞ്ഞ ഞങ്ങളെ ചെറിയ എമൗണ്ട് അഡ്വാൻസ് വാങ്ങില്ല, വണ്ടിന്റെ 50 നിങ്ങൾ തരണം എന്നുള്ള രീതിയിൽ ആൾക്കാർ വന്നിട്ട് ചിലപ്പോൾ ചില സമയത്ത് ടൈം പാസിന് വന്ന് നമ്മൾ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൂട്ടി വാങ്ങലാണ്. അതാകുമ്പോൾ കൺഫേം നമുക്ക് സർവീസ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ വണ്ടി എടുക്കാൻ വന്ന ആളല്ല. ഇന്ന് എന്നോട് പറഞ്ഞേ ഞാൻ വിചാരിച്ച് വണ്ടി എടുക്കാൻ വന്ന ആളാണ്. ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് മൂടായിട്ട് വണ്ടി എടുക്കുകയാണ്. ഇനാഗ്രേഷന്റെ അന്ന് നമ്മളൊരു സൈക്കിളിൽ ഒരു ചെങ്ങായി വന്നിന് ഇവിടെ. ആ ചെങ്ങായി പിന്നെ അവന്റെ ഡ്രീം തീർത്തിട്ട് ഇവിടുന്ന് പോയത് തെളിവാണ്. ഇപ്പൊ അടുത്ത് വന്നിട്ട് അവന്റെ കമ്പനിക്കാരന് ഒരു മാക്സ് 100 ഇവിടുന്ന് ബുക്ക് ചെയ്തിന്. കേൽപൈനിൽ നിന്ന് യുവിലെ വണ്ടി 35 രൂപ നമ്മൾ മാക്സ് 100 അടിപൊളി വണ്ടി കൊടുത്തിന്. പിന്നെ രണ്ടാമത്തെ വണ്ടി പിന്നെയും വന്നിട്ടുണ്ട്. അതായത് ഇനാഗ്രേഷന്റെ അന്ന് ഒരു ചെങ്ങായി നമ്മുടെ മുന്നിൽ വന്നു, ഹൈ ബ്രോ മുജീഖാനെയും നമ്മളൊക്കെ പരിചയപ്പെട്ടു, എനിക്കൊരു സൈക്കിളാണ് ഉള്ളത്, നിലവിൽ എനിക്കൊരു ബൈക്ക് വാങ്ങണമെന്നുണ്ട്, 18 വയസ്സായ ഉടനെ നമ്മളൊരു വണ്ടി വാങ്ങുന്നൊക്കെ പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോയി. അവനിപ്പോൾ ഏകദേശം കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോറൂമുകളിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നിട്ട് എനിക്ക് 18 വയസ്സായി, ലൈസൻസ് ആയി, എനിക്ക് പുതിയൊരു വണ്ടി വേണം പറഞ്ഞിട്ട് അവൻ്റെ ഡ്രീമായ അന്ന് ഞാൻ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ നിങ്ങൾക്ക് പോയി നോക്കിയാൽ ചിലപ്പോൾ കാണാൻ കഴിയും. അവന്റെ ഈ ഡ്രീമായ സാമുറായി ഈ എടുത്ത് പോയി. നമ്മള് നല്ല ഡിസ്ക് നല്ല അടിപൊളി വണ്ടി കൂടെ അവന് ചെങ്ങായിക്കും അവൻ തന്നെ റെക്കമെൻഡ് ചെയ്തു. അവന്റെ ഫാദറൊക്കെ കൂട്ടി പയ്യന്റെ ഫാദറെ കൂട്ടി വന്ന് ആ പയ്യന്
ഞങ്ങളെ ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ പോലെ അവിടെ അവന്റെ നാട്ടിൽ അങ്ങനെ നമ്മളൊക്കെ വീഡിയോ ചെയ്തപ്പോ ഓനെ അവിടെ എല്ലാവർക്കും ഒരു ഉണ്ട് ആസ്ഫാൽബറിന്റെ വീഡിയോന്റെ അപ്പൊ ഓനക്ക് എല്ലാവരും നല്ല പരിചയമുണ്ട്. ഓന്റെ ത്രൂ ആണ് നമുക്ക് കസ്റ്റമർ അത് വേറെ ലെവല്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മളോട് ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ ഇത് ഫുൾ ചെയിൻ ആണ്. പിന്നെ നമ്മൾ നമ്മൾ പലപ്പോഴേ പറയുന്നതാണ്, ഒരു 5 പേരുള്ള ഒരു ഗ്യാങ്ങില് 2 പേരെടുത്ത് അല്ലെങ്കിൽ 3 പേരെടുത്ത 2 സ്റ്റോക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 5 പേരിലുള്ള 5 പേർക്കും 2 സ്റ്റോക്ക് വണ്ടി പിന്നെ വേണ്ടി വരും. കാരണം എന്താ വെച്ചാല് ഇത് ഒരു ടീമായി പിന്നെ അതിന്റെ സെറ്റ് ആവും. അതിന്റെ മൂഡ് അങ്ങനത്തെ ഒരു മൂഡാണ്. പിന്നെ ഒരു മല കയറാൻ പോവാ അല്ലെങ്കിൽ ഒരു ഇടുക്കി പോവാ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഈ 2 സ്റ്റോക്ക് വണ്ടി ലോങ് നമുക്ക് 2 സ്റ്റോക്ക് വണ്ടി വരുമ്പോൾ അത് വേറൊരു ലെവല് ഫീൽ ആണ്. മറ്റേത് വണ്ടി അതെ തല തിരിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് കഥകൾ ഇനിയും പറയാം. നമുക്ക് ഷാവലിനാണ്. 65 രൂപ പ്ലസ് റേഞ്ച് വരുന്ന 5 കൊല്ലം പുതിയ പേപ്പർ കഴിഞ്ഞിട്ട്. ഓക്കെ, അടുത്ത വണ്ടി നമുക്ക് ഇത് ഷോഗനാണ്. ഇപ്പൊ വന്നിട്ടുള്ളൂ വണ്ടി. സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇഞ്ചിൻ സൈഡ് ഓക്കെ ആണ്, സെറ്റ് ആണ്. നെക്സ്റ്റ് ഇത് ഏകദേശം 70 രൂപ റേഞ്ച് വരുന്ന വണ്ടിയാണ്. 135 ആണ്. ഓക്കെ, ഇത് എങ്ങനെയാ നോക്കേണ്ടി വരും? ഇതിപ്പം ആ വന്ന ബാച്ചിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് ഒറിജിനൽ ഷോഗനാണ്. ഷോഗനാണ്. ഇത് നല്ല വർക്കിംഗ് ആണ്. ഇത് 70 രൂപ റേഞ്ച് വരുന്നതാണ്. വർക്കിംഗ് റെഡ് വണ്ടി നമ്മൾ കണ്ടല്ലോ. ഇതേതാണ്? ഇത് ചേതകാണ്. ചേതക് 27 വരെ പേപ്പർ ഉണ്ട്. ചേതകല്ല, സോറി കേട്ടോ, സൂപ്പർ ആണ്. സൂപ്പർ എഫ് ബജാജ് ചേതകും സൂപ്പറിലും നമുക്ക് വീലിന്റെ സൈസിൽ സൂപ്പറിൽ പറ്റ ചെറിയ വീലായിരിക്കും. ചേതകനാണെങ്കിൽ സൂപ്പർ എഫ് ഈ നമ്പർ ഈ മോഡലിന്റെ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ബാക്ക് സൈഡ് വന്ന് കാണാം. അന്ന് ഷോറൂമിൽ ഇറങ്ങുമ്പോൾ ഇതിന്റെ ബാക്കിൽ ഈ കപ്പ് സൂപ്പർ എഫിക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു കപ്പ് വരലുള്ളൂ. ഓക്കെ, ഇന്ത്യയൊക്കെ സമയത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഫസ്റ്റ് വന്ന ചേതകാണ് എന്റെ വീട്ടില്. അപ്പൊ ആ സമയത്ത് സ്കൂട്ടറിൽ വരുന്ന ആളുകൾ എന്റെ വീട്ടിലെ ഫസ്റ്റത്തെ വണ്ടി ചേതകാണ്. നമ്മളെ പാപ്പ വാങ്ങിയ ഫസ്റ്റത്തെ വണ്ടി ചേതകാണ്. അപ്പൊ നമുക്ക് ചേതക്ക് ബ്രാവോ ആ സമയത്ത് വരുന്ന എല്ലാ അങ്ങനെ വണ്ടികളൊക്കെ നോക്കി വെച്ച് പിന്നെ ഇങ്ങനെ ടൂ സ്റ്റോക്ക്. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ വണ്ടി പഠിച്ച ചേതകിന്റെ മുകളിൽ നിന്നാണ്. ചേതകിന്റെ മുകളിൽ നിന്ന് വണ്ടി പഠിച്ച ആൾക്കാർ ഏത് വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞ് വെറുതെ എല്ലാം ഈ പഠിച്ച ആൾക്കാർ, അതായത് ഓട്ടോസ് ഓടിക്കണമെങ്കിലും അന്നത്തെ ഓട്ടോസ് ഗിയർ നമുക്ക് പോവാന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ബഡ്ജറ്റിലൊരു വണ്ടി കൂടി ഇത് നമ്മൾ കാണിക്കാൻ പറഞ്ഞ ബഡ്ജറ്റിലൊരു വണ്ടി. ഇതിന്റെ ഉള്ളിൽ ഇതാ 622 652 അല്ലേ? ഓക്കെ, JCBന്റെ താഴെയുള്ള വണ്ടി. ഓക്കെ, ഇത് 135 ആണ്. ഓ, 135 കുറച്ച് ഡസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോ കൊറിയറിൽ വന്ന വണ്ടിയാണ്. ഒന്ന് വാട്ടർ സർവീസിലുണ്ട്. ഇനി ചെക്കന്മാർ എടുത്തോണ്ടെന്നില്ല, നമ്മൾ പറഞ്ഞാണ്. 2 വണ്ടി ഉണ്ട്. ഇത് ഏകദേശം നമുക്ക് 68 രൂപ ലെവലിൽ ഇഞ്ചൻ കണ്ടീഷനിലെ വണ്ടി ഒലിക്ക് കൊടുക്കാം. 68 രൂപയ്ക്ക് 135 പേപ്പർ ഫിറ്റ്. ഇഞ്ചനിൽ ഒരു പ്രശ്നമില്ല. പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. വാഷ് ചെയ്തിട്ട് സീറ്റ് നമ്മൾ മാറി കൊടുക്കും. ജനറൽ സർവീസ് ചെയ്ത് കൊടുക്കും. ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി കൊടുക്കും. 68 രൂപയ്ക്ക് 135 വിത്ത് NOC കേട്ടോ. ഓക്കെ, നമ്മൾ സർവീസ് ചെയ്യാൻ അതുപോലെ കൊയങ്ങിപ്പോ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇതുണ്ടോ. നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന നമുക്ക് യമഹാന്റെ ഒരു പരിപാടി ഉണ്ട്, കോൾ ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഓലെ നമ്മൾ ഫസ്റ്റ് ഓലെ നമ്മൾ വിളിച്ച് പോയി ഓലെ നമ്മൾ കൂടി ഫ്ലക്സ് അടിച്ച് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ കൊണ്ടോട്ടി പോയി. അതേപോലെ ആരെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ വിളിക്കും. നമ്മൾ വരും പോലെ ഞാൻ രണ്ടാളുണ്ടോ കൊണ്ടോട്ടി. ഞങ്ങൾ രണ്ടാളുണ്ട്. നമുക്ക് അവിടെ അങ്ങോട്ട് വന്നില്ല എത്തിയില്ല. അതുകൊണ്ട് പിന്നെ അത്രയും ആൾക്കാരുണ്ട്. സംഭവം സെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ हिंदी में बोलो जस्ट हिंदी में भाई इतनी सारी गाड़ियाँ हैं, बहुत सारी गाड़ियाँ हैं, अनलिमिटेड गाड़ियाँ हैं. इसके अलावा हमारे नीचे वर्कशॉप है, वहाँ पे गाड़ी है. गोडाउन हमारा अलग है, वहाँ है 2 वर्कशॉप एक्स्ट्रा है, वहाँ पे भी गाड़ियाँ हैं. तो आप देख सकते हो. इसके अलावा भी ऑपोजिट साइड हमारे पार्किंग करी हुई गाड़ियाँ हैं. तो गाड़ी की कोई कमी नहीं है. RX 100 से लेके 135 हो, 5 स्पीड हो, RX Z हो, GSD हो, RD हो. RD आपको कहीं भी 3 गाड़ी सेल पे नहीं मिलेगी. रेयर पिस्टन गैरेज एकमात्र ऐसी जगह जहाँ पे आपको 3 RD सेल पे मिल जाएगी. ऑफर कोई सी भी गाड़ी आप लेने के लिए आते हो, कोई सी भी गाड़ी हो आप लेने आते हो तो भाई स्पल्बर का वीडियो देख के आप आ रहे हो. आपको स्पेशल ऑफर में गाड़ी देंगे. आपको जो भी होता है यहाँ पे आने के बाद चाय पानी अलग से पिलाएंगे. चाय വെള്ളം വാങ്ങി കൊടുക്കുന്ന പറഞ്ഞു കേട്ടോ, വേറെ ഒന്നല്ല. ഓക്കെ, അതായത് നമ്മുടെ വീഡിയോ എന്തായാലും ചായ വെള്ളം ശരിയാക്കി ഇടാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടിട്ടാണ് വണ്ടി ഒതുക്കി സെറ്റാക്കി. പിന്നെ അതല്ല, മുജിക്കത്തിന് മുന്നേ നമുക്ക് വേണ്ടി വണ്ടി ഇരിക്കുന്ന എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ ക്ഷമ ചോദിക്കണം നിങ്ങളോടും. നിങ്ങളോടാണെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ നല്ല കാർപ്പറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഒരു പുതിയ ഷോറൂം കണ്ടീഷനിലാക്കി. JCB എടുത്തു വെച്ച് ഇത് മുജിക്കാന്റെ JCB ആണ്. JCB ഒക്കെ JCB ആണെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഇവിടെ പുറത്ത് കടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ പറയാൻ മറന്നിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ പല വീഡിയോയിൽ നമ്മൾ പറയുന്നതുകൊണ്ട് തന്നെ റെയർ പീസിനെ ആർക്കും അറിയാത്തതുണ്ടാവില്ല. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലൊക്കേഷൻ നിങ്ങൾ ഏറ്റവും സിമ്പിൾ ഗൂഗിൾ മാപ്പിൽ റെയർ പിസ്റ്റൻ ഗാരേജ് അടിക്കാം. അല്ലാതെ നിങ്ങൾ വരികയാണെങ്കിൽ മഞ്ചേരി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ
ഐക്കരപ്പടി കുറിയോടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സിന് ഇറങ്ങാം. ഇത് ഐക്കരപ്പടിന്റെ നിയറസ്റ്റ് സ്ഥലമാണ്. നമുക്ക് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ രാമനേട്ര കഴിഞ്ഞിട്ടാണ് ഏറ്റവും നിയറസ്റ്റ്. നമുക്ക് രാമനേട്ര ടൗൺ ആണ് വരിക. അത് കൊണ്ടോട്ടിന്ന് കോഴിക്കോടേക്ക് പോണ റോഡാണ്. മെയിൻ റോഡാണ്. അതുകൊണ്ടാണ് ഇത്രയും റഷും തിരക്കും കാര്യങ്ങളും കാണുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബസ്സോ ട്രെയിനൊക്കെ വരുന്ന ആൾക്കാരാണ് രാമനേട്ര ഫറോക്ക് സൈഡാണ് വരിക. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിന് മുന്നിൽ റയർ പിസ്റ്റൻ ഗരേജ് തന്നെ പറഞ്ഞാൽ ബസ്സുകാർ ഇവിടെ ഇറക്കി തരും. എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം. ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് പൊട്ടിച്ചാ പോട്ടെ. ഓക്കെ ആണ്ടോ ആ പോണ് സാനന്റെ ബസ്. അതാ അത് കാണിച്ചു സാന പോണതാ. അപ്പൊ അങ്ങനെ പറന്നു പോവാ. നിങ്ങൾക്ക് നേരെ സനയില് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇതിഹാസിലോ ഏത് വണ്ടിയിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങാം. നിങ്ങൾക്ക് ഇവിടെ വരാം. ഈ എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിൽ ഫ്ലൈറ്റ് എടുത്തിട്ട് വരാം അല്ലെ. ദുബായ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ കരിപ്പൂർ ഇറങ്ങാം. കരിപ്പൂരിൽ വീഡിയോ അന്ന് തമാശയിൽ ചെയ്ത വീഡിയോ ആണ് ഇത്. ഡയറക്റ്റ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കൊണ്ടെടുക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റമർ അങ്ങനത്തെ വലിയ സംഭവമാണ്. അന്ന് ഞാൻ തിരിച്ചു നിൽക്കുന്നതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വരാം. വണ്ടി എടുക്കാൻ വേണ്ടി വരാന്ന് പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് അതിന് വേണ്ടിയാണ് 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ആളെ. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനായിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ ആഗ്രഹങ്ങളിലെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ അന്ന് തിരിച്ചിരുന്നോണ്ട് നമ്മള് അന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമ്മള് എയർപോർട്ടിന്റെ അടുത്താണ് പറഞ്ഞുള്ളൂ. പ്രവാസികളോട് കൂടി ഒരു കാര്യം വരട്ടെ. പ്രവാസികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ സാധാരണ പ്രവാസിയായിരുന്ന നേരത്തെ നമ്മുടെ നാട്ടിൽ പോയിട്ട് ഒരു വണ്ടി ഭ്രാന്തനായ പ്രവാസിയാണെന്നുണ്ട് അവൻ നാട്ടിൽ പോയിട്ട് ഒരു വണ്ടി എടുക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും. ചിലപ്പോൾ അവൻ നാട്ടിലേക്ക് വീട്ടിൽ പോണേക്കാളും ഒരു വണ്ടി നാട്ടിൽ പോയിട്ട് എടുക്കണം, അതിൽ 2 റൗണ്ട് അടിക്കണം, ഒരു ട്രാവൽ ചെയ്യണം, ഒരു ട്രിപ്പ് പോകണം. ഈ വീഡിയോ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇത് മനസ്സിലാവും. അവരെന്തായാലും താഴെ വന്നിട്ട് കമന്റ് ഇടുമെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ ജനറേഷൻ മൊത്തം ട്രിപ്പ് പോകണമെന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള സമയമാണ്. ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ ആരായാലും ഫ്രണ്ട്സ് ആണ്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. നാട്ടിലെത്തിയാൽ ഫസ്റ്റ് ഒരു ട്രിപ്പ് പോകും. കഴിഞ്ഞ ഗുണാകേവും ഊട്ടി കാണിച്ച് അവിടെയൊക്കെ ബ്ലോഗായി. സത്യം പഴയ പോലെ ഒന്നല്ല. ഇപ്പൊ ട്രാവലിന് ഭയങ്കര ചാൻസാണ്. കാരണം അധികം ആളും സ്ട്രെസ് പിടിച്ചിട്ട് ജോലി ചെയ്യാണ്. ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഈ ട്രിപ്പ് കാര്യങ്ങൾ. ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ നമുക്ക് ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ നമുക്കൊരു കോള് വരികയാണെങ്കിൽ അത് ഭയങ്കര എക്സൈറ്റ് ആവും. എനിക്കൊക്കെ ഫോൺ വിളിക്കാൻ ആളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കോള് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പണ്ടാറം ഇതൊന്നൊരു സ്വൈര്യമില്ലല്ലോ, ഒരു ഒഴിവില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ. സ്വാഭാവികല്ലേ. ആദ്യമൊക്കെ നമുക്കൊരു കോള് വരികയാണെങ്കിൽ നമ്മൾ കുറച്ചേരം കട്ടാക്കാതെ നിൽക്കും. കാരണം എന്താ വെച്ചാൽ 4 ആൾ അറിയട്ടെ എനിക്ക് ഫോൺ വിളിക്കുന്ന ആളുകളുണ്ടെന്നൊക്കെ. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് സൈലന്റ് ആക്കിയിടും. എന്തൊരു ഡിസ്റ്റർബ് അല്ലേ. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ എനിക്കറിയില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് അടിക്കാം, സബ്സ്ക്राइब ചെയ്യാ, ബെൽ ഐക്കൺ അമർത്തുക. ഹിന്ദി പ്രേക്ഷകരോട് ഒന്ന് ബൈ പറഞ്ഞാലേ, അല്ലെങ്കിൽ ഓല് തെറ്റിദ്ധരിക്കും. जितने लोग भी हैं मैक्सिमम सपोर्ट करें, सब्सक्राइब करें, शेयर करें, बेल बटन दबाएं और नेक्स्ट वीडियो के लिए आप वेट करें. नीचे नंबर दिया हुआ है. आप गाड़ी के लिए डिटेल के लिए आप शोरूम लोकेशन लिंक एंड इंस्टा लिंक. आपको नीचे शोरूम का लोकेशन लिंक मिलेगा, हमारा इंस्टा पेज का लिंक मिल जाएगा. उसी के साथ हमारा व्हाट्सअप नंबर है, उस पर आप मैसेज करोगे तो आपको लिंक आएगा. लिंक ओपन करते ही गाड़ियों की पूरी डिटेल मिल जाएगी. डिटेल देख लो, आपको बजट में मॉडल में जमता है तो आप उसका स्क्रीनशॉट भेजो और कॉल करो. आपको जरूर हम अच्छी डील देंगे. ओके 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 താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. മച്ചാനെ, വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് ഓക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു? സർവീസ് ചെയ്തു ഫുള്ള് ക്ലിയർ ആക്കി സർവീസ് ചെയ്ത് കൊടുത്ത് മിറർ കാര്യങ്ങൾക്ക് കേബിൾ ചെക്കിന് മാറ്റി കൊടുത്ത് അങ്ങനത്തെ എല്ലാ ഇത് സർവീസ് സെറ്റ് ആണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പവർ കാര്യങ്ങളൊക്കെ എന്താ പാട്? പവർ എന്താ പാട്? സെറ്റല്ലേ? സെറ്റാണ്. അപ്പൊ കണ്ണൂരിൽ നിന്ന് വന്ന ഈ ടീമിന് നമ്മളിത് ഡെലിവറി ചെയ്യാൻ പോവാണ്. നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്ത് നോക്കല്ലേ. അപ്പൊ റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉള്ളിൽ നിന്നാണ് ഡെലിവറി ചെയ്യല്. പക്ഷേ ഇത് വ്യത്യസ്തമായി നമ്മുടെ തിരക്ക് കാരണം, നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണമൊക്കെ പെട്ടെന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് ഇവർക്കും പോകാൻ അർജന്റ് ഉണ്ട്. നമുക്ക് ഡെലിവറി ചെയ്യാം എന്തായാലും. അപ്പൊ 2 കയറി ഒന്നിച്ചോളി. അടിപൊളി. അപ്പൊ ഏതാണ് വണ്ടി പറഞ്ഞു? RX 100. പക്ഷെ ഇതിന്റെ കിറ്റ് കവർ കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോ പലർക്ക് സംശയമല്ലോ. പുതിയതാണ്, നല്ല 2 മോട്ടോട്ടിയാണ്, നല്ല വർക്കിംഗ്, നല്ല അടിപൊളി. ഇനിയിപ്പോ ഇവരോട് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഇപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടിന്റെ ക്വാളിറ്റിക്കുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ആയെന്ന് പറയും. അതെ, കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏകദേശം എത്ര രൂപ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ? ഒരു 8 രൂപയോളം അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റും ബാർഗനിങ് ഒക്കെ ചെയ്തിട്ട് ടേബിൾ ടു ടേബിൾ ഇരുന്നിട്ട് കച്ചവടം ചെയ്യല്. അപ്പൊ ഈ ഡെലിവറി കൂടി ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഉഷാറാക്കി കൊണ്ടെടുക്കും. പേടിയൊന്നുമില്ല. കണ്ണൂർക്കാർക്കൊന്നും ഇങ്ങനെ പേടിണ്ടാൻ പറ്റില്ല കേട്ടോ.
പേടിന്റെ പേരല്ലേ കണ്ണൂര്. അതെ കണ്ണൂര് നമ്മളൊക്കെ പേടിപ്പിക്കേണ്ട ആൾക്കാരെ. അപ്പൊ ഓക്കേടാ, താങ്ക് യു. നല്ല പോണട്ടോ, ശ്രദ്ധിച്ച് പോണട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തോ. പവർ കാണിക്കുന്നീ. ഹെൽമെറ്റ് എടുത്തോ, ഹെൽമെറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരെ അല്ല നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. സെറ്റ് 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 പൊളി. കിങ്ങിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? RPM മീറ്റർ ഒക്കെ വർക്കിംഗ് ആണ്. ഇത് നമ്മളെ വീഡിയോയിലുള്ള വണ്ടിയാണല്ലോ. ആ വീഡിയോയിലുള്ള വണ്ടി നമ്മൾ ഇങ്ങനെ ആ കാണിച്ചിട്ട് സമയത്താണ് ഒരു ഡീലാക്കിയത്, സർവീസിനെ ഇറക്കി. സെറ്റ് സെറ്റ് പൊളിക്ക്. അപ്പൊ RD ഓടിച്ച് കാണിച്ചു കൊടുക്കണം. അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് പറയുമ്പോ. ഓക്കെ, സംഗതി ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് നമ്മളെ വീഡിയോന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് ഒരു ആടി എടുത്തിട്ട് റൈഡിന് ഇറങ്ങിയത്. നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിനി. ഞങ്ങൾ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് RD നമ്മൾ ഓടിക്കും. ആദ്യം 2 പടം ഉണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത്. പക്ഷേ മൊത്തം ഡാർക്കായി. മൈക്ക് ചാർജ് ചെയ്തിരുന്നു, മൈക്ക് ചാർജ് ചെയ്തിരുന്നു. ചാർജ് ചെയ്തിരുന്നു. ഇങ്ങനെ ലൈറ്റ് കത്തില്ലെന്നേ ഉള്ളൂ ഇവിടെ. മറ്റു സാധനം ചാർജൊക്കെ തീർന്നു, ഇതൊക്കെ ചാർജ് തീർന്നു, ഫുള്ള് ചാർജ് തീർന്നു. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ 2 വണ്ടിയല്ല 3 വണ്ടി ആടി ഓടിക്കണ നല്ല പകല് RD ഓടിക്കണ കാണാൻ വേണ്ടിയിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിച്ചിരുന്നുള്ളത് ഉറപ്പാണ്. അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തും. ഫസ്റ്റ് അടുത്ത വീഡിയോയിൽ RD ഓടിക്കുന്ന വീഡിയോ ബാക്കിയുള്ള കാണിച്ചിരുന്നു. അതെ, ജസ്റ്റ് RD ഓടിക്കുന്ന വിഷല് കിട്ടീനി. പക്ഷെ ആ നേരത്തെ നമുക്ക് മൈക്കിന്റെ വിഷല് അപ്പോൾ തന്നെ പോയി, മൈക്കിന്റെ സൗണ്ട് കാര്യങ്ങൾ പോയി. എന്തായാലും വിഷല് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ 2 വണ്ടി ഓടിക്കണ കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം. അടുത്ത വീഡിയോ സെറ്റ് ആക്കി കാണാം. അതേപോലെ നമ്മൾ റീലർ ഇറക്കി തരുന്ന നിങ്ങൾക്ക് ഓടിക്കണേ എപ്പോഴെങ്കിലും ഫ്രീ ഉണ്ടാവുമ്പോൾ വരാണെങ്കിൽ നമ്മൾ ആ ഓടിക്കണ റീല് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.